ഇന്ന് ഇത്രയും പേര് കൃത്യസമയത്തിന് വന്നു. എങ്ങനെയാ തുടങ്ങാൻ വൈകുക എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണ്. ബസ്സിലും മറ്റും വരുന്നവർക്ക് ഒരു തരത്തിലും എത്തിച്ചേരാൻ ഈ സമയത്ത് കഴിയില്ല. ഭൂരിഭാഗം പേരും പല പ്രദേശങ്ങളിൽ നിന്ന് ബസ്സിനെ ആശ്രയിച്ച് വരുന്നവരുണ്ട്. ഏതായാലും നമുക്ക് തുടരാം. വേണമെങ്കിൽ ഇന്ന് പറഞ്ഞതിൻ്റെ സാരം നാളെ ഒന്നും കൂടി ഏറ്റവും സംക്ഷിപ്തമായി പറയാം. ഏതായാലും ഇന്ന് ഹർത്താലുകളുടെ ഒരു കാലമാണ്. ഏറ്റവും നേരം പോക്ക് ബഹുമാനപ്പെട്ട കോടതി ബന്ദ് നിരോധിച്ചു. ബന്ദ് നിരോധിച്ചപ്പോൾ നമ്മൾ പേര് മാറ്റി. ഹർത്താൽ. ഹർ എന്ന് പറഞ്ഞാൽ എല്ലാം, താൽ പൂട്ട്. ഹർത്താൽ എല്ലാം പൂട്ടുക, അതിനല്ലേ ബന്ദ്. പണ്ട് നമ്മൾ ഈ ആയുർവേദ ഔഷധങ്ങൾക്ക് നിർമ്മാണത്തിന് ലൈസൻസ് വേണം. ഇപ്പോഴും വേണം, എപ്പോഴും വേണം. അപ്പോൾ സാധാരണ അരിഷ്ടങ്ങൾക്കും ആസവങ്ങൾക്കും ഉള്ളതിൽ കവിഞ്ഞ് പ്രത്യേകം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ലൈസൻസ്, നിർമ്മാണ ലൈസൻസ് വേണം ദ്രാക്ഷാരിഷ്ടത്തിന് എന്നൊരു നിർദ്ദേശം വന്നു. ഓർമ്മ ശരിയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്താണ്. എന്താ ഇതിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചാൽ ദ്രാക്ഷാരിഷ്ടത്തിൽ കുറച്ച് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലുണ്ട് എന്നുള്ളതായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ഔഷധമൊക്കെ ഉണ്ട്. എന്തായാലും ദ്രാക്ഷാരിഷ്ടത്തിന് അങ്ങനെയൊന്ന് വേണമെന്നൊരു വ്യവസ്ഥ വന്നു. അപ്പം നമുക്ക് വളരെ പരിചയമുള്ളൊരു വൈദ്യർ അതിനെ മറികടന്ന രീതി പറഞ്ഞു തന്നത്, അദ്ദേഹത്തിൻ്റെ വൈദ്യശാലയിൽ അന്ന് മുതൽ ദ്രാക്ഷാരിഷ്ടമില്ല, പകരം ഫലോത്തമാരിഷ്ടം. അപ്പോൾ ദ്രാക്ഷയുടെ പര്യായങ്ങളിൽ ഒന്നാമത്തത് ഫലോത്തമ, ദ്രാക്ഷ ഫലോത്തമ എന്നാണ്. അപ്പോൾ ഫലോത്തമാരിഷ്ടാക്കി. അതുപോലെ നമ്മൾ ബന്ദിനെ ഹർത്താലാക്കി. ഹർത്താൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയ ബന്ധാ. കാരണം ഹർത്താലാണ്. ബന്ദ് താൽ മാത്ര. ബന്ദെന്ന് പറഞ്ഞാൽ താൽ, താൽമാരോ ബന്ദ് കരോ. അത് ഹർത്താലാക്കി. എന്തിനും ഏതിനും. അതും ഇന്നത്തെ ബന്ദ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ലോകം മുഴുവൻ പരിസ്ഥിതി പ്രശ്നങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. നമ്മുടെ അമ്മയുടെ നിലനിൽപ്പ്, ഈ ഭൂമിയുടെ നിലനിൽപ്പ് അത്യന്തം ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഓരോ രാജ്യവും തന്നെ എങ്ങനെ പാരിസ്ഥിതിക സംരക്ഷണം ചെയ്യണമെന്നുള്ള വിഷയത്തിൽ കൂടുതൽ ജാഗരൂകതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരുടെ ഉച്ചകോടികളൊക്കെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി പരിസ്ഥിതി സംരക്ഷണം ഇന്ന് വരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ വരുമ്പോൾ വളരെ പ്രധാന വിഷയമായി പാരിസ്ഥിതിക പ്രശ്നം വരുന്നു. സാന്ദർഭികമായി ഒരിക്കൽ ഒരു മഹാത്മാവ്, വലിയൊരു വിദ്വാനാണ്, വിദ്വാൻ മാത്രമല്ല അങ്ങേയറ്റം നമ്മുടെ ശാസ്ത്രങ്ങളെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു മഹാത്മാവാണ്. ആ മഹാത്മാവിനെ കൊണ്ട് കൂടെ അമേരിക്കയിലുള്ള നദികളെക്കുറിച്ചും ജലാശയങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഇട വന്നപ്പോൾ
മധുക്ഷരന്ത്യ സിന്ധവ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇന്ന് അമേരിക്കയിൽ പോണ്ട സ്ഥിതിയാണ്. ഭാരതത്തിലെ നദികൾ മധുക്ഷരന്ത്യ സിന്ധവ അല്ല, വിഷം ക്ഷരന്ത്യ സിന്ധവ ആയിരിക്കുന്നു. അത്രയ്ക്കധികം നമ്മൾ ഈ പരിസ്ഥിതിയെ തീർത്തും ശ്രദ്ധാരഹിതന്മാരായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഈ പശ്ചിമഘട്ടത്തിൻ്റെ തദ്വാര മൊത്തം ദക്ഷിണ ഭാരതത്തിൻ്റെ തദ്വാര ഭാരതത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിത ഭാവത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദവും ത്യാഗപൂർണവുമായ പഠനം നടത്തിയിട്ടാണ് അത് ഗാഡ്ഗിൽ റിപ്പോർട്ടായാലും കസ്തൂരിരംഗൻ റിപ്പോർട്ടായാലും ഒക്കെ വന്നിട്ടുള്ളത്. ഒരുപാട് വിഷമതകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് പൂർണ്ണമായി നമ്മുടെ സർക്കാർ സ്വീകരിക്കുകയോ അതിനനുസരിച്ച് ഉത്തരവിറക്കുകയോ ചെയ്തിട്ടില്ല. ഇനിയും സമയം മുന്നോട്ടുണ്ട്, ഇനിയും മാസങ്ങൾ മുന്നിൽ നീണ്ടു കിടക്കുന്നു. പക്ഷെ താത്കാലിക അടിസ്ഥാനത്തിൽ 5 ഇന നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. ആ 5 ഇന നിർദ്ദേശത്തിൽ ഒന്നുപോലും കർഷകദ്രോഹപരമായിട്ടില്ല, ഒന്നുപോലും. കണക്ക് മറന്നുപോയി. 10,000 ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെയേ നിഷേധിച്ചിട്ടുള്ളൂ. വലിയ കരിങ്കൽ ക്വാറികൾ നടത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സാധാരണയുള്ള ഒരു കർഷകനും ഒരു കുഴപ്പവും ഈ 5 ഇന നിർദ്ദേശം കൊണ്ടില്ല. പക്ഷേ ഇതെന്തെന്ന് പഠിക്കാത്ത സാധാരണ ജനങ്ങളെ വൈകാരികമായി ഇളക്കിവിട്ട്, അതും മതമേലധികാരികൾ ഹർത്താലും മറ്റും നടത്തുകയാണ്. അതിന് തിരഞ്ഞെടുത്ത സന്ദർഭം ആകസ്മികമാണെന്ന് പറയാൻ പറ്റില്ല. മുല്ലപ്പെരിയാർ പൊട്ടിയോ? നിന്ന് പൊട്ടിയോ? ഇല്ലല്ലോ. കഴിഞ്ഞ ഇതിന് മുമ്പത്തെ മണ്ഡലകാലത്ത് പൊട്ടി ഇതാ പൊട്ടും എന്നുണ്ട്. അഥവാ പൊട്ടിയാൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഉപവാസമടക്കം കടന്നു. ഒന്ന് പൊട്ടിക്കിട്ടിയാൽ ഗുണമായി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ബലപരിശോധനയ്ക്ക് വേണ്ടി വലിയ എർത്തുമോവർ വെച്ച് തുളച്ച് പരിശോധനയ്ക്കായിക്കൊണ്ട് ഭാഗങ്ങളെടുത്തു. അത് നിർമ്മിച്ച പ്രത്യേക സുർക്കി ദ്രവ്യമെടുത്തു. എന്നിട്ടൊന്നും പൊട്ടിയില്ല. അതിന് തിരഞ്ഞെടുത്ത സമയവും ഈ സമയം തന്നെയാണ്. കാരണം ലോകത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ ഒന്നിച്ച് തീർത്ഥാടനത്തിന് വരുന്ന കേന്ദ്രമായി ശബരിമല മാറിക്കഴിഞ്ഞു. അതെ, ഒരു എലിവാലിൽ തുടങ്ങി പിന്നീട് പുൽമേട് ദുരന്തത്തിലൂടെ വളർന്നു, മുല്ലപ്പെരിയാറിലൂടെ ഏകദേശം സ്ഥായീ ഭാവത്തെ പ്രാപിച്ചു. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രക്ഷോഭം അതേ കാലഘട്ടത്തിൽ നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, എന്തൊക്കെയാണ് ഉദ്ദേശങ്ങളെന്ന് വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. റിപ്പോർട്ട് എത്ര പേര് പഠിച്ചു, അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി. ഇനിയും ചർച്ചകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പൂർണ്ണമായി അതിനെ നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5 ഇന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ ഗൗരവബുദ്ധിയാ നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തെല്ലാം നടപടികളിലൂടെ ഇതിനെയൊക്കെ ക്രമീകരിക്കാം. ഇനിയും ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ നമ്മൾ വേണ്ട ഗൗരവബുദ്ധിയോടുകൂടി നോക്കുന്നില്ല. പശ്ചിമഘട്ടത്തെ മുഴുവൻ നമ്മൾ ഖനനത്തിലൂടെ ഇല്ലാതാക്കുകയാണ്. വൻകിട കുത്തകക്കാരുടെ വിഹാരകേന്ദ്രമാക്കി ഈ ഘട്ടത്തെ മുഴുവൻ ഇല്ലാതാക്കുകയാണെങ്കിൽ
എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഇതൊക്കെ വളരെ സമൂഹത്തിൽ ചിന്തകൾക്ക് വിധേയമാകട്ടെ, വളരെയധികം ചിന്തകൾക്ക് വിധേയമാകട്ടെ എന്ന് മാത്രമേ നമുക്ക് സങ്കല്പിക്കാനുള്ളൂ. ഏതായാലും എന്തിനും ഏതിനും ഹർത്താലുള്ളൊരു പ്രദേശം കേരളം. നമ്മൾ കേരളത്തിൽ വലിയ ഹർത്താൽ നടക്കുന്ന ദിവസങ്ങളിൽ ഗുജറാത്തിൽ എല്ലാ സ്ഥാപനങ്ങളും കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നത് കാണുന്നു. എല്ലാ മാസവും നമ്മൾ 5 ദിവസം ഗുജറാത്തിലാണ് ഉണ്ടാവുക, 25 ദിവസമാണ് കേരളത്തിലുണ്ടാവുക. എല്ലാ സ്ഥാപനവും, സർക്കാർ സ്ഥാപനങ്ങളായാലും തൊഴിൽ സ്ഥാപനങ്ങളായാലും കൃത്യമായി നടക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നുന്നത്, ഗുജറാത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായ BJP ആഹ്വാനം ചെയ്ത ഒരു ഹർത്താൽ കേരളത്തിൽ പൂർണ്ണമായി നടന്നപ്പോൾ അവിടെ ജീവനക്കാരൊക്കെ സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് മുദ്രാവാക്യം വിളിച്ച് നേരെ ജോലിക്ക് കയറി ഭംഗിയായി അവരുടെ ജോലി ചെയ്തു. ഒരു ദിവസത്തെ ഹർത്താൽ കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? ഒന്നും അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരു തെറ്റും ചെയ്യാത്തവർ, അവരുടെ തൊഴിൽ നിർവഹിക്കുകയാണ്, അവരാണ് ആക്രമിക്കപ്പെടുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൊതുമുതൽ, അത് KSRTC ബസ്സായാലും, ഈ KSRTC ബസ്സിന് കല്ലെറിയുന്നവൻ എന്തുകൊണ്ടാണ് അവൻ്റെ സ്വന്തം കാറിന് കല്ലെറിയാത്തത്? ചിന്തിക്കുക. അല്ലെങ്കിൽ പോലീസ് ജീപ്പ് കത്തിക്കുന്നവൻ എന്തുകൊണ്ട് സ്വന്തം ജീപ്പ് കത്തിക്കുന്നില്ല? ഇവിടെയാണ് നമ്മളിൽ പൗരബോധം ഒട്ടും ആയിട്ടില്ല. പൗരബോധത്തിലേക്ക് നമ്മൾ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? വളരെ ഗൗരവമായ വിഷയമാണിത്, വളരെ ഗൗരവതമമായ വിഷയമാണ്. ഓർക്കുക, ലോകം മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ സന്ദേശത്തെ, ഹിന്ദുധർമ്മത്തിൻ്റെ മഹിമയെ അതിശക്തമായി പ്രസരിപ്പിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ സഞ്ചരിച്ചു. സ്വാമിജിയുടെ മറ്റ് രാജ്യങ്ങളിലെ, വിശിഷ്യ അമേരിക്കയിലെ പ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ അതത് സമയത്ത് തന്നെ ഭാരതത്തിലും മാധ്യമങ്ങളിലൂടെ അറിയപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനേറ്റവും പ്രസരിപ്പിച്ച, ഏറ്റവും പ്രവർത്തിച്ച സ്വാമിജിയുടെ ശിഷ്യനായിരുന്ന അലസിംഗ പെരുമാളെ നമുക്കിപ്പോൾ നമസ്കരിക്കാം. ഏതായാലും തിരികെ വന്ന സ്വാമിജിക്ക് അന്ന് വരെ ഒരു സന്യാസിക്ക് ലഭിച്ചിട്ടില്ലാത്ത സ്വീകരണമാണ് ഭാരതം നൽകിയത്. ആവേശോജ്വലങ്ങളായ സ്വീകരണങ്ങൾ. എത്രമാത്രം ആവേശോജ്വലം എന്നുള്ളത് മനസ്സിലാക്കാൻ ഒറ്റ ദൃഷ്ടാന്തമേ പറയുന്നുള്ളൂ. രാമനാഥപുരത്ത് സ്വാമിജിക്ക് സഞ്ചരിക്കാൻ തയ്യാറാക്കി വെച്ച കുതിരവണ്ടിയിൽ നിന്ന് കുതിരകളെ അഴിച്ചു മാറ്റി രാജാവും പ്രജകളും ഒന്നിച്ച് വണ്ടി വലിച്ചു സ്വാമിജിയെ കയറ്റിയിരുത്തിയിട്ട്. എന്തായിരിക്കും ആവേശം? ഏതായാലും അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് സ്വാമിജി മുന്നേറി. ഏറ്റവും ഉജ്ജ്വലങ്ങളായ പ്രഭാഷണങ്ങൾ ചെയ്തത് മദ്രാസിലായിരുന്നു. 5 ദിവസത്തെ 5 പ്രഭാഷണങ്ങൾ. ഈ പ്രഭാഷണങ്ങൾ കേട്ട് അവിടുത്തെ വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ വളരെ പ്രഭാവിതരായി. കാലഘട്ടം ഓർമ്മിക്കുക, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബാഹ്യമായി അടിച്ചമർത്തുന്നതിൽ ബ്രിട്ടീഷ് ഭരണകൂടം വിജയിച്ചെങ്കിലും ആന്തരികമായി സ്വാതന്ത്ര്യ അഭിലാഷം നമ്മുടെ രാഷ്ട്രത്തിൽ അങ്ങിങ്ങായി ശക്തമായ കാലഘട്ടം. പക്ഷേ അങ്ങിങ്ങായി സ്വാതന്ത്ര്യ ശക്തമായിരുന്നെങ്കിലും അതിനൊരു ഏകദാന സ്വഭാവം കൈവന്നിരുന്നില്ല. ആ കാലഘട്ടത്തിൽ സ്വാമിജിയുടെ ഈ പ്രസംഗങ്ങൾ വലിയ പ്രഭാവമുണ്ടാക്കി. കുറേ യുവജനങ്ങൾ സ്വാമിജിയെ സമീപിച്ചു.
അവർ സ്വാമിജിയോടൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. സ്വാമിജി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി കൊണ്ടുള്ള സമരത്തിൽ അങ്ങ് നേതൃത്വം വഹിക്കണം. ഈ സമൂഹത്തെ ആകെ ഇളക്കി മറിക്കാനുള്ള വാക്ശക്തി അങ്ങേക്കുണ്ട്. അങ്ങ് ഇതിന് നേതൃത്വം വഹിക്കണം. സ്വാമിജി പൊട്ടി പൊട്ടി ചിരിച്ചു. രൂപമൊന്ന് മനസ്സ് കാണുക. നമ്മൾ പലപ്പോഴും സ്വാമിയുടെ ജുബയൊക്കെ ഇട്ടിട്ടുള്ള രൂപ കാണുന്നത്, അല്ലാതെ വലിയ കുടവയറൊക്കെയാണ്. അതൊക്കെ കുലുക്കി അങ്ങനെ സ്വാമി ചിരിക്കണമെന്നിങ്ങനെ മനസ്സ് കാണുക. കുറേ നേരം ചിരിച്ചു അത്രേ. എന്നിട്ട് ആ തിരിച്ചൊരു ചോദ്യം, ഫ്രീഡം ഫസ്റ്റ് യു മേക്ക് സിറ്റിസൺസ് ദെൻ ഗെറ്റ് എ ലാൻഡ് ഫ്രീ എന്ന്. എന്നും പ്രസക്തമായൊരു വാക്യമാണിത്. ആദ്യം നീ പൗരനെ സൃഷ്ടിക്കൂ, എന്നിട്ടാവട്ടെ സ്വാതന്ത്ര്യം. ഈ പൗരന് സൃഷ്ടിക്കപ്പെടാത്ത പക്ഷം എങ്ങനെ സ്വാതന്ത്ര്യം സഫലമാകും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ഉള്ളിൽ പൗരൻ രൂപപ്പെട്ടിട്ടുണ്ടോ? പൗരത്വത്തിലേക്ക് ഇനി എത്ര ദൂരം? ചെറിയ ചെറിയ നമ്മുടെ പെരുമാറ്റങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, വലുതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പലപ്പോഴും പൗരധർമ്മത്തെ വോട്ടിങ്ങിലൂടെ കാണുന്നവരാ. വോട്ടിംഗ് അവിടെ നിൽക്കട്ടെ. നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പഴം കഴിച്ചിട്ട് അതിൻ്റെ തൊലി പുറത്തേക്ക് കളയുമ്പോൾ പിന്നാലെ വരുന്ന മോട്ടോർ സൈക്കിളുകാരൻ അതിൽ കയറുമെന്നും അവൻ തലകുത്തി വീഴുമെന്നും നമ്മൾ എത്ര പേർ ഓർക്കുന്നു? അല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് ചുമച്ച് കാർക്കിച്ച് ഇനിയും ജനങ്ങൾ ചവിട്ടി നടക്കുന്ന സ്ഥലത്ത് തുപ്പാൻ നമുക്കൊരു മടിയുമില്ല. ഇതേ നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്ത് പോയാൽ ആ പരിപാടി ചെയ്യില്ല. ചെയ്താൽ നമുക്കറിയാകത്താവുന്നു. നാട്ടിൽ വന്നാൽ എയർപോർട്ടിൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതായിരിക്കും. അതെ, തമാശ പറയുന്നതല്ല. പൗരത്വത്തിലേക്ക് എത്ര ദൂരം ഇനിയും നാം സഞ്ചരിക്കണം? ഒരു ആള് വളരെ പരിചയമുള്ള ആളാണ്, എപ്പോഴും കാണുന്ന ആളാണ്. സ്വതവേ അയാൾ ചിരിച്ചോണ്ടാ, എപ്പോഴും പൊതുവെ ചിരിച്ചുകൊണ്ട് അയാളെ മുഖം നമ്മൾ കണ്ടിട്ടുള്ളൂ. അന്ന് ഒരധികം ചിരി. എന്തൊരു ചിരിയാ ഭഗവാൻ, ഇയാൾക്കെന്താ ഇത്രയ്ക്കൊരു സന്തോഷം എന്ന് വിചാരിച്ചു. ചോദിച്ചു. അപ്പോഴയാൾ പറഞ്ഞത്, അയാൾ കുഴിച്ചിട്ട വാഴകളിൽ 400 വാഴ കുഴിച്ചിട്ടിരുന്നു. അത് നമ്മളുടെ മുൻപേ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ ആഴ്ചത്തെ കാറ്റിന് പൊട്ടി വീണു. അവനവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുഴിച്ചിട്ട് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് വളർത്തിയ വാഴകൾ ഒന്നില്ലാതെ വീണെന്നറിഞ്ഞപ്പോൾ എന്താ ഇത്ര സന്തോഷിക്കാൻ? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, അതിൻ്റെ കൊല വിറ്റാൽ എത്ര കിട്ടുമോ അതിനേക്കാളധികം ബ്ലോക്കിൽ നിന്ന് നഷ്ടപരിഹാരം പാസ്സായിരിക്കുന്നു. മെമ്പർക്ക് കുറച്ച് കൈമുടക്ക് കൊടുക്കേണ്ടി വന്നു, എന്നാലും എത്രയോ ലാഭമാണ്. കാരണം അവിടെ വീണ്ടും എനിക്ക് വിളവിറക്കാലോ. പൗരത്വത്തിലേക്ക് എത്ര ദൂരം? ചിന്തിക്കുക, എത്ര ദൂരമുണ്ട് പൗരത്വത്തിലേക്ക്? ആശ്രമത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പൈസ കണ്ടെത്തണം. എന്താ ചെയ്യുക? അപ്പോൾ ആശ്രമത്തിൽ വരുന്ന ഒരു അമ്മേനോട് നമ്മൾ പറഞ്ഞു, മെല്ലെ ഇങ്ങോട്ട് തരിക ഒക്കെ. അങ്ങനെ അവരുടെ മാലയും വളയും ഒക്കെ ഇങ്ങോട്ട് തന്നു. അതെല്ലാം കൂടി കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ചു. അതെല്ലാം കൂടി ബാങ്കിൽ പണയം വെച്ച് ഉദ്ദേശിച്ച പൈസ ഉണ്ടാക്കി, കാര്യം നടത്തി. ഇതറിഞ്ഞു ചിദാനന്ദപുരി സ്വാമിയോട് വലിയ സ്നേഹമുള്ള ഒരാൾ. അയാൾ പറഞ്ഞു, സ്വാമിജി വിഡ്ഢിത്താണല്ലോ ചെയ്തത്. എന്താവോ? ഇത് കാർഷിക ലോണാക്കിയിട്ട് എടുത്താൽ മതിയായിരുന്നു, എന്നാൽ പലിശ വളരെ കുറഞ്ഞു കിട്ടുമായിരുന്നു. കൃഷി ആവശ്യത്തിനല്ലല്ലോ ലോൺ എടുത്തത്. അതൊന്നും സാരല്ല സ്വാമി, അത് മാനേജറുടെ അധികാരപരിധിപ്പെടുന്നതാണ്. ഇതേ പണ്ടം തന്നെ പണയം വയ്ക്കുമ്പോൾ അതിനെ തന്നെ കാർഷിക ആവശ്യത്തിലേക്കാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ ഇപ്പോൾ സ്വാമി കൊടുക്കുന്നതിൻ്റെ പകുതിയെ പലിശ വരൂ. വീണ്ടും നമ്മൾ ചോദിച്ചു, അതിന് കാർഷിക ആവശ്യത്തിനല്ലല്ലോ ലോൺ എടുത്തത്. അതൊന്നൊരു പ്രശ്നമില്ല സ്വാമി,
അപ്പോൾ പിന്നെ ചോദിക്കേണ്ടി വന്നു, ഭാഷ മാറ്റിയിട്ട് നിങ്ങൾ ആരോടാ സംസാരിക്കണമെന്ന് ഓർമ്മ ഉണ്ടോ? പിന്നെ മിണ്ടിയില്ല, പാവം തലയും താഴ്ത്തിപ്പോയി. പൗരത്വത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഇനിയും പൗരത്വത്തിലേക്ക് എത്ര ദൂരമുണ്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രവർത്തനം, നമ്മുടെയൊക്കെ മക്കളെ പൗരബോധമുള്ളവരായി വളർത്താൻ. ഭാരതം എൻ്റെ മാതാവാണ്, ആ മാതാവിൻ്റെ മക്കളാണ് നമ്മളൊക്കെ. മാതാ പൃഥിവി പുത്രോഹം പൃഥിവ്യാഹ എന്ന വേദമന്ത്രം നമ്മൾ മക്കളെ പഠിപ്പിക്കുക നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പലരും പലരുടെ റിമോട്ട് ഏജൻസികളായി താത്കാലിക കാര്യലാഭം മാത്രം വെച്ച് നമ്മുടെ രാഷ്ട്രത്തെ സമൂലം നശിപ്പിക്കും. സംശയമൊന്നുമില്ല. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ ഗുണമോ ദോഷമോ പറയുന്നില്ല. എല്ലാവരും സ്വന്തം ആവശ്യം വരുമ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവരാണ്, പൊതുമുതൽ നശിപ്പിക്കുന്നവരാണ്. എന്നാൽ പൊതുമുതൽ നശിപ്പിക്കാൻ കൈവരുന്നവന് സ്വന്തം മുതൽ നശിപ്പിക്കാൻ കൈവരാറില്ല. കാരണം രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എൻ്റെ സമ്പത്താണെന്ന കാഴ്ചപ്പാട് ഇനിയും നമുക്ക് കുറേ അകലമുണ്ട്. അതെന്ന് കൈവരുന്നോ അന്ന് നമ്മൾ പൗരന്മാരായി. അല്ലാച്ചാ വോട്ട് കുത്തുന്ന യന്ത്രങ്ങളായി. അത്രയേ ഉള്ളൂ. ഏതായാലും നല്ലപോലെ ചിന്തിക്കുക. സൂചനകൾ പറഞ്ഞു എന്ന് മാത്രം. പ്രത്യേകിച്ചൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് വൈകി വന്നിരുന്നവർക്ക് ഉപനിഷത്തിൽ പങ്കെടുക്കാനൊരു അവസരം ഉണ്ടാക്കുക എന്നൊരു ഉപായം, അങ്ങനെയുള്ള ചില ഉപായങ്ങളൊക്കെ നമുക്കും വേണമല്ലോ, ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം സാന്ദർഭികമായി സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ശരി, നമുക്ക് പറഞ്ഞു നിർത്തിയ ഭാഗത്തുനിന്ന് തുടരാം. ഇവിടെ ഉപനിഷത്തിൽ അങ്കുഷ്ഠമാത്രനായ പുരുഷനെ ധാരണ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്കുഷ്ഠമാത്രനായ പുരുഷൻ എന്നുള്ളത് ഹൃദയാകാശത്തിൽ ധാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഹൃദയാകാശത്തിൽ ധാരണ ചെയ്യപ്പെടുന്ന പുരുഷനെ, അതായത് ജീവാത്മാവിനെ, സകലവിധ അവിദ്യാവരണങ്ങളെയും നീക്കി മനസ്സിലാക്കാൻ സൂചന തന്നു. ജ്യോതിരിവ അധൂമക, പുകയില്ലാത്ത അഗ്നി കണക്കെ ജ്വലിക്കുന്ന ഭാവത്തോടു കൂടിയ പുരുഷനെ എങ്ങനെ അറിയാൻ പറഞ്ഞു? ഈശാനോ ഭൂതഭവ്യസ്യ, ഭൂതത്തിൻ്റെയും ഭവ്യത്തിൻ്റെയും കഴിഞ്ഞതിൻ്റെയും ഇനി വരാനിരിക്കുന്നതിൻ്റെയും ഈശാനനായിട്ട് അറിയാൻ പറഞ്ഞു. അതായത് ജീവൻ തന്നെ ഈശ്വരൻ. നേരത്തെ പറഞ്ഞു ഈശ്വരൻ തന്നെ പരമാത്മാ. അതിനു മുമ്പ് മധ്വതൻ, കർമ്മഫലങ്ങളെ അനുഭവിക്കുന്ന ജീവാത്മാവ് തന്നെ ബ്രഹ്മമെന്ന്. ഇതെല്ലാം ഒരേ ആശയത്തെ, അതായത് ജീവേശ്വരൈക്യത്തെ അഥവാ ആത്മബ്രഹ്മൈക്യത്തെ വിവിധ വാക്യങ്ങളിലൂടെ നമ്മെ മനനം ചെയ്യാൻ സഹായിക്കുകയാണ്. അതെ, അതുകൊണ്ട് ഈ ഒരു ഐക്യത്വം അറിയണമേ. ഈ ഐക്യജ്ഞാനത്തിലൂടെ മാത്രമേ ആത്യന്തിക നിശ്രയസമുള്ളൂ. ഈ ഐക്യബോധമില്ലെങ്കിൽ നമുക്ക് പലതിൽ ഛിന്ന ഭിന്നമായി പോകുന്ന, വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് പറയുന്നത്. യഥോദകം ദുർഗേ വൃഷ്ടം പർവതേഷു വിധാവതി ഏവം ധർമാൻ പൃഥക് പശ്യൻ താനേവാനുവിധാവതി. യഥോദകം ദുർഗേ വൃഷ്ടം പർവതേഷു വിധാവതി ഏവം ധർമാൻ പൃഥക് പശ്യൻ താനേവാനുവിധാവതി.
യഥാ ദുർഗേ വൃഷ്ടം ഉദകം പർവ്വതേഷു വിധാവതി. എപ്രകാരമാണോ ദുർഗത്തിൽ, ഉയർന്ന കൊടുമുടിക്ക് മുകളിൽ, പർവ്വതത്തിലെ ഉയർന്ന കൊടുമുടിക്ക് മുകളിൽ ദുർഗപ്രദേശങ്ങളിൽ വൃഷ്ടമാകുന്ന പെയ്യുന്ന ഉദകം വെള്ളം പർവ്വതേഷു വിധാപതി, പർവ്വതങ്ങളിൽ പരന്നൊഴുകുന്നത്. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെള്ളം വീണു, ഒരു ധാരയായിട്ടല്ല ഒഴുകുക, അത് പരന്നങ്ങോട്ട് ഒഴുകും പല പല ദിക്കിലൂടെ. അങ്ങനെ ഒഴുകി ഒഴുകി അത് പരന്ന് 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 താഴെ ഭൂപ്രദേശത്തിലേക്ക് വ്യാപിക്കും. ഒരു ധാരയായിട്ട് ഒഴുകുന്നില്ല. ചെറിയൊരു മഴയാണ് പെയ്തതെങ്കിൽ അങ്ങനെ ഛിന്ന ഭിന്നമായി പലതായി ഒഴുകിയത് എങ്ങും കാണാതെ അങ്ങോട്ട് അപ്രത്യക്ഷമാകും. ഇനി കുറേ മഴ പെയ്തു വെച്ചാൽ തന്നെ അതൊന്നിച്ചൊരു സ്ഥലത്ത് ശേഖരിക്കപ്പെടുക അല്ല ചെയ്യണത്, മൊത്തത്തിൽ അങ്ങോട്ട് പരന്ന് ഛിന്ന ഭിന്നമായിട്ട് പ്രവഹിക്കുക ചെയ്യുന്നത്. ഇതേപോലെ ധർമാൻ പൃഥക് പശ്യൻ, ധർമ്മങ്ങളെ വേറിട്ട് കാണുന്നവൻ, ജീവനൊന്ന് വേറെ അല്ലെങ്കിൽ ജീവങ്ങൾ വേറെ. ജീവങ്ങളാ, എന്നിലും നിന്നിലും ആത്മാവ് പലതാ, എല്ലാവരിലും ആത്മാവ് പലതാ. അതിൽ നിന്ന് ഭിന്നമാണ് ജഗത്ത്, അതിൽ നിന്ന് ഭിന്നമാണ് ഈശ്വരൻ. എല്ലാം വേറെ വേറെയാണ്, പലതാണ്. സത്യം ഏകമാണ്, അല്ല അനേകമാണ്. ഏകമായ സത്യമൊന്നുമില്ല. ഈശ്വരൻ വേറെ, ജീവൻ വേറെ, ജഗത്ത് വേറെ. ഇങ്ങനെ പൃഥക് പൃഥക് പശ്യൻ, വേറെ വേറെയാണെന്ന് കാണുന്നവൻ, താനേവ അനുവിധാവതി, അവയെ തന്നെ പിന്തുടരുന്നൊഴുകുന്നു. വെച്ചാൽ എന്താ അർത്ഥം? എപ്രകാരമാണോ പർവ്വതത്തിലെ ദുർഗപ്രദേശങ്ങളിൽ വീഴുന്ന ജലം ഛിന്ന ഭിന്നമായി പലതായി ഒഴുകി അങ്ങോട്ട് പരന്ന് വിലയിച്ചു പോകുന്നത്, അതുപോലെ സത്യം ഏകമാണ്, അദ്വിതീയമാണെന്നറിയാതെ ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഈ വകയൊക്കെ പലതാണെന്നും അതിൽ തന്നെ പലതും പലതും കാണുന്നവൻ ഇങ്ങനെ ഛിന്ന ഭിന്നമായി പോയി പലതിലേക്ക് അനുധാവനം ചെയ്യുന്നു. ഒരിക്കലും അവൻ ഏകത്വ ദൃഷ്ടിയിലേക്ക് ഉയരുന്നില്ല. അവനെന്നും അനേകത്വ ദൃഷ്ടിയോടുകൂടെ ഉഴറുന്നു. ശ്രദ്ധിക്കുക. ഇതാണ് ഈ മന്ത്രം മനനം ചെയ്യേണ്ട രീതി. ഇതിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമാവണമെങ്കിൽ നമ്മൾ അടുത്ത മന്ത്രം കൂടി പഠിക്കണം. അതുകൂടി പഠിക്കുമ്പോഴാണ് ഈ മന്ത്രാർത്ഥം സുവ്യക്തമാവുക. നോക്കൂ. യഥോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താദൃഗേവ ഭവതി ഏവം മുനേർവിജാനത ആത്മാ ഭവതി ഗൗതമാ. യഥോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താദൃഗേവ ഭവതി ഏവം മുനേർവിജാനത ആത്മാ ഭവതി ഗൗതമാ. നേരെ വിപരീതം പറയുകയാണ്. യഥാ, എപ്രകാരമാണോ, ശുദ്ധം ഉദകം, ശുദ്ധമായ വെള്ളം, പരിശുദ്ധമായ വെള്ളം, ശുദ്ധേ ആസിക്തം, ശുദ്ധമായ വെള്ളത്തിൽ ഒഴിക്കണത്. ഇപ്പോൾ ശുദ്ധമായ വെള്ളത്തെ ശുദ്ധമായ വെള്ളത്തിൽ ഒഴിച്ചാൽ അശുദ്ധമായ വെള്ളത്തെ ശുദ്ധമായ വെള്ളത്തിൽ ഒഴിച്ചതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധം ഈശ്വരൻ, ജീവൻ അശുദ്ധൻ, അങ്ങനെയല്ല. സ്വരൂപതയാ ജീവനിൽ യാതൊരു അശുദ്ധിയുമില്ല. എന്തെങ്കിലും അശുദ്ധി കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദേഹഗതമായതാണ്, നമ്മുടെ അജ്ഞാനകൽപ്പിതമായതാണ്. നമ്മുടെ അജ്ഞാനകൽപ്പനയ്ക്ക് അപ്പുറത്ത് ജീവനിൽ യാതൊരു ന്യൂനതയുമില്ല.
ജീവൻ്റെ സ്വരൂപം ആത്മസ്വരൂപമാണ്, സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് തന്നെ അശുദ്ധം ശുദ്ധത്തിലൊഴിച്ചതല്ല, ശുദ്ധം ശുദ്ധത്തിലൊഴിക്കുന്നത്. ഇപ്പം ശുദ്ധമായ ജലം ശുദ്ധമായ ജലത്തിലൊഴിച്ചാൽ താതൃകേവ ഭവതി, അങ്ങനെ തന്നെയാവുന്നു. ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അത് തന്നെ, അവിടെ ഒരു ന്യൂനാധിക ഭാവമില്ല. അത് ഛിന്ന ഭിന്നമായി അങ്ങ് നശിച്ചു പോവുകയല്ല ചെയ്യണത്, അത് തത്സ്വരൂപത്തെ തന്നെ പ്രാപിച്ചു, തത്സ്വരൂപസ്ഥിതമായി. ഇതേപോലെ ഏവം വിജാനതഃ മുനേഃ, വിജ്ഞാനിയായ മുനിയുടെ ആത്മാ ഭവതി ഗൗതമ, ആത്മാവ് സ്വരൂപം ഭവിക്കുന്നു ഹേ ഗൗതമ. അവിടെ നേരത്തെ ഗൗതമ ശബ്ദം നചികേതസിൻ്റെ അച്ഛനെ സംബന്ധിച്ച് പ്രയോഗിച്ചിരുന്നു. ഇപ്പം അതേ ശബ്ദം നചികേതസിനെ സംബന്ധിച്ചും പ്രയോഗിച്ചു. ഈ രണ്ട് മന്ത്രങ്ങളും ഒന്ന് ചേർത്ത് ചിന്തിക്കൂ. ഇവിടെ സത്യം പലതാണ്, കേവലമായ സത്യമൊന്നുമില്ല. ജീവൻ വേറെ, ഈശ്വരൻ വേറെ. ജീവൻ ഓരോ ശരീരത്തിലും വേറെ വേറെയാണ്. ആത്മാവ് ഏകം എന്നൊന്നും പറയാൻ പറ്റില്ല, പലതല്ലേ നമ്മൾ കാണുന്നത്. ഒരാൾ ദുഃഖിതനാകുമ്പോൾ എല്ലാവരും ദുഃഖിതന്മാരാകുന്നുണ്ടോ? ഒരാൾ സുഖിയാവുമ്പോൾ എല്ലാവരും സുഖികളാവുന്നുണ്ടോ? ഒരാൾ ധനികനാവുമ്പോൾ എല്ലാവരും ധനികരാകുന്നുണ്ടോ? ഒരാൾക്ക് മുക്തി വരുമ്പോൾ എല്ലാവർക്കും മുക്തി വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആത്മാവ് ഏകമൊന്നുമല്ല, പലതാണ്. നീ വേറെ, ഞാൻ വേറെ. അതുപോലെ നമ്മളിരിക്കുന്ന ജഗത്ത് വേറെ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ വേറെ, സൃഷ്ടിയൊന്ന് വേറെ, സ്രഷ്ടാവൊന്ന് വേറെ എന്ന് കാണുന്നവർ, അവർ പർവ്വതങ്ങളുടെ ശൃംഗങ്ങളിൽ വീഴുന്ന ജലരാശി കണക്കെ ഛിന്ന ഭിന്നമായി നശിച്ചു പോകും, പലതായി അങ്ങോട്ട് പിരിഞ്ഞു പോകും. എന്നാൽ ഏകമാണ്, അദ്വിതീയമാണ് സത്യമെന്നും ജീവ ഈശ്വര ജഗത് ഭേദങ്ങളൊക്കെ തന്നെ വ്യാവഹാരികമായി മാത്രമേയുള്ളൂ, പാരമാർത്ഥികമായി സത്യം ഏകമാണെന്നും അറിയുന്നവൻ എപ്രകാരമാണോ ശുദ്ധജലം ശുദ്ധജലത്തിൽ ഒഴിച്ചാൽ തത് സ്വരൂപം തന്നെയായിട്ടിരിക്കുന്നത്, അതുപോലെ തൻ്റെ സച്ചിദാനന്ദ ഭാവത്തിൽ ഒരു ഭേദവുമില്ലാതിരിക്കുന്നു ഹേ ഗൗതമ. സൂക്ഷ്മമായി ഇതനുസന്ധാനം ചെയ്യാം. ഈ മന്ത്രത്തോടു കൂടെയാണ് 2-ാം അധ്യായത്തിലെ 1-ാം വല്ലി കഴിയുന്നത്. ഏകദേശം അനുസന്ധാനം ചെയ്ത് നമ്മൾ ഒന്നിച്ചു പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുവിധം ഔപനിഷദങ്ങളായ ആശയങ്ങളൊക്കെ ഈ ഈശം കേനം എന്നിവ പറഞ്ഞപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കഠത്തിൽ ഇതുവരെ എത്തുമ്പോഴത്തേക്ക് പുതിയ ആശയങ്ങൾ വരുമ്പോഴേ അധികം വിശദീകരണം ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. മനസ്സിലാക്കി മുന്നോട്ട് പോവാം. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സൂചിപ്പിച്ചാൽ അത് വിശദീകരിക്കുകയാവാം. അല്ലാതെ വിശദീകരിക്കാൻ നിന്നാൽ വളരെ നീണ്ടുപോകും. ഏകദേശം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തുടർന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ 2-ാം വല്ലിയിലേക്ക് പ്രവേശിക്കും. എങ്ങനെ? പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായ ന ശോചതി വിമുക്തശ്ച വിമുച്യത്തെ ഏതദ്വൈ തത്. പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായ ന ശോചതി വിമുക്തശ്ച വിമുച്യത്തെ ഏതദ്വൈ തത്. ശ്രദ്ധിക്കണം, 1-ാം അധ്യായം ശ്രവണപ്രധാനമാണ്, 2-ാം അധ്യായം മനനപ്രധാനമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. വീണ്ടും ആവർത്തിക്കുകയാണ് പറയണത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഉപദേശിച്ച തത്വങ്ങളെ സൂക്ഷ്മ മനനത്തിലൂടെ ഉറപ്പിക്കാനാണ് ഈ 2-ാം അധ്യായം. മനനപ്രധാനമാണിത്, ശ്രദ്ധിക്കുക.
അപ്പം ഇവിടെ ഒരു പുരത്തെ അവതരിപ്പിക്കുകയാണ്. ഒരു പുരം, ഒരു പട്ടണം. ഒരു പട്ടണം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ പലതും ഉണ്ട് പട്ടണത്തിൽ. നല്ല പട്ടണമാണെന്ന് വെച്ചാൽ പല പല എന്തൊക്കെ അതിലുണ്ട്. പട്ടണത്തിന് ദ്വാരങ്ങളുണ്ട്. നമ്മുടെ പ്രാചീനമായ പട്ടണ സങ്കല്പത്തിലൊക്കെ വിവിധ ദ്വാരങ്ങളുണ്ടാവും. ആ ദ്വാരങ്ങളിലൂടെ അല്ലാതെ പട്ടണത്തിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല. അതെ, ആ ദ്വാരങ്ങളങ്ങ് അടച്ചു കഴിഞ്ഞാൽ, ദ്വാരവാതിലങ്ങ് അടച്ചു കഴിഞ്ഞാൽ പട്ടണത്തിനുള്ളിലേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല. പട്ടണത്തിനുള്ളിലുള്ളവർക്ക് പുറത്തേക്കും കടക്കാൻ പറ്റില്ല. ഇങ്ങനെ എല്ലാ പട്ടണങ്ങൾക്കും പ്രധാനപ്പെട്ട രാജവീഥികൾ, ആ രാജവീഥികളിൽ വാതിലുകൾ, അവിടെ കാവൽക്കാർ ആയുധങ്ങളുമായിട്ട്, ഇത്തരം സങ്കല്പമുണ്ട്. അത് കഴിഞ്ഞ് പട്ടണത്തിനുള്ളിൽ എന്തെല്ലാം വ്യവസ്ഥകളുണ്ട്. ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ, വാർത്താവിനിമയത്തിനുള്ള സൗകര്യങ്ങൾ, ജലവിതരണത്തിനുള്ള സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും. ഇനി അങ്ങനെ വികസിച്ച് വന്ന് എന്തൊക്കെ പുതിയ പുതിയ സൗകര്യങ്ങളും സാങ്കേതിക മികവുകളും വരുന്നുണ്ടോ അതൊക്കെ മനസ്സിൽ സങ്കല്പിച്ചോളൂ. അതൊക്കെയുള്ള ഒരു പുരത്തെ പറഞ്ഞു തരികയാണ്. പുരം, പട്ടണം. എങ്ങനെയുള്ള പട്ടണം? ഏകാദശദ്വാരം, 11 വാതിലുകളുള്ള പട്ടണം. 11 വാതിലുകളുള്ള പട്ടണം. ഇത് ഭഗവാൻ ഗീതോപദേശത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് 9 ചുരുക്കി, നവദ്വാരപുരമാക്കി ചുരുക്കി ഭഗവാൻ ഗീതോപദേശത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക്. ഏതാ ശരി ചോദിച്ചാൽ രണ്ടും ശരി തന്നെ. കണ്ണ് 2 ദ്വാരം, ചെവി 2, 4, വായ 1, അപ്പോൾ 5, മൂക്ക് 2, മലമൂത്ര വിസർജനാർത്ഥം 2, 9. ഈ 9 എണ്ണമാണ് നമുക്ക് സ്ഥൂലമായി കാണാൻ കഴിയുന്നത്. ഇനി എത്ര ദ്വാരങ്ങൾ അദ്ദേഹത്തിനുള്ളതെന്ന് ചോദിച്ചാൽ 9 11 പറയരുത്, ലക്ഷക്കണക്കിന് ദ്വാരങ്ങളുണ്ട്. നമ്മുടെ ത്വക്കിൽ നിറയെ ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങൾക്കൊക്കെ ദ്വാരപാലകന്മാരുമുണ്ട്. വളരെ സുവ്യക്തമായ ഒരു ദ്വാരപാലക വ്യവസ്ഥ ത്വക്കിലുണ്ട്. അത് വേണ്ട സമയത്ത് തുറക്കും, പുറത്തേക്ക് വിടും, അകത്തേക്ക് വിടും, ഇതൊക്കെ ഉണ്ട്. വളരെ വ്യക്തമായിട്ടുള്ളൊരു വ്യവസ്ഥയുണ്ട്. ഈ ദ്വാരപാലകന്മാർ ലക്ഷക്കണക്കിന് ത്വക്കിലുള്ളത് മുഴുവൻ ഒരൊറ്റ നിർദ്ദേശത്തെ മാനിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അത് 2 നിർദ്ദേശമില്ല. അതിൻ്റെയൊക്കെ കേന്ദ്രം തലച്ചോറ് തന്നെ. ഇരിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. എങ്കിലും അതൊക്കെ കണ്ടുപിടിക്കാൻ വിഷമമാണ്. അപ്പോൾ പിന്നെ ഉപനിഷത്ത് 2 എണ്ണത്തെ കൂടി പറഞ്ഞു തന്നു. ഒന്ന്, ബന്ധനത്തിൻ്റെ ദ്വാരമെന്ന് മാനിക്കപ്പെടുന്ന പൊക്കിൾ കൊടിയും ബന്ധവിമുക്തിയുടെ ദ്വാരമെന്ന് മാനിക്കപ്പെടുന്ന ബ്രഹ്മരന്ധ്രവും. ഈ 2 എണ്ണത്തെ ചേർത്തു. അപ്പോൾ 9 2 11. മൂർധാവിൽ, നേരെ മൂർധാവിലായിട്ട് എവിടെയാണോ മന്ത്രോപാസകന്മാർ ന്യാസങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശിരസിനെ സ്പർശിക്കുന്നത്, ശിരസേ സ്വാഹ എന്ന്, ആ സ്ഥാനം തന്നെയാണ് ഈ ബ്രഹ്മരന്ധ്രം. അവിടെ ഒരു ദ്വാരമുണ്ട്. ദ്വാരം ഇല്ലെങ്കിൽ കാര്യം പോക്കാം. അതിസൂക്ഷ്മമായൊരു ദ്വാരം. ഇത് പിന്നെ കൂടുതൽ കട്ട പിടിച്ച് അങ്ങോട്ട് സൂക്ഷ്മമാകുന്നു. ജനിച്ച ഉടനെ നമുക്കത് വലിയൊരു ദ്വാരമായിട്ട് തന്നെ ഇരുന്നു. അതിലൂടെ പ്രാണനെ സംയമിച്ച് പുറത്തേക്ക് വിടുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. പ്രാണനെ മുഴുവൻ സംയമിച്ച് ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് സ്വച്ഛന്തം ഉപേക്ഷിച്ച മഹാപുരുഷന്മാരൊക്കെ ധാരാളം ഉണ്ട്. ഇനിയും ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞു പോയവരും ഉണ്ട്.
പിന്നൊന്ന് ബന്ധനത്തിൻ്റെ ദ്വാരമെന്ന് പറയുന്ന അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ സ്ഥാനം. ഇങ്ങനെ ബന്ധദ്വാരം, മുക്തിദ്വാരം എന്ന് പറയുന്ന രണ്ട് ദ്വാരങ്ങൾ, പൊക്കിൾക്കൊടിയും ബ്രഹ്മരന്ധ്രവും മൂർധാവിലുള്ളതും. അങ്ങനെ 9 × 2 11. ഈ 11 ദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പുരം ഏകാദശദ്വാരം. ഇതൊരു പട്ടണമാണ്. പട്ടണത്തിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട്. പട്ടണത്തിൽ എത്ര ദ്വാരപാലകന്മാർ, എന്തെല്ലാം വ്യവസ്ഥകൾ, എത്ര പട്ടാളക്കാർ, ഒക്കെ ഇതിലുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തലപ്പത്ത് ഒരു പുരസ്വാമി ഉണ്ടാവും. അതൊരാളെ ഉണ്ടാവുള്ളൂ, 2 ആളുണ്ടാവില്ല. 2 സ്വാമി ഉണ്ടാവാൻ പാടില്ല, ഒരു സ്വാമി ഉണ്ടാവാൻ പാടുള്ളൂ. പുരസ്വാമി, ഒരു രാജാവ്. അതുപോലെ ഇതിനൊരു പുരസ്വാമിയും എൻ്റത് എന്ന അഭിമാനത്തോടുകൂടി ഇതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഒരാളും. അങ്ങനെയുള്ളൊരു പട്ടണമുണ്ട്, പുരമേകാദശദ്വാരം. ശരി, ഈ പുരം പലതാണ്. ഓരോരുത്തരും ഓരോരോ പുരവും കൊണ്ടാണ് നടക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ പുരത്തിലായിരിക്കുന്നത്. അപ്പം പ്രതിശരീരം ഭിന്നമാണ് ജീവാത്മാവെന്ന് പല വാദക്കാരും പറയുന്നുണ്ട്. പക്ഷെ ഉപനിഷത്തിനത് സമ്മതമല്ല. ഉപനിഷത്ത് പറയുന്നു, ഈ 11 ദ്വാരങ്ങളോടുകൂടിയുള്ള പുരം അജനും അവക്രചിത്തനുമായവൻ്റെതാണ്. ഒട്ടും വക്രതയില്ലാത്ത, ജന്മമരണങ്ങളുടെ ആവർത്തനത്തിന് കാരണമാകുന്ന യാതൊരു വക്രതയും ഇല്ലാത്തവൻ്റേതാണ്. 2 അജൻ്റെതാണ്. അജൻ ജന്മരഹിതൻ. അജോ നിത്യശാശ്വതോയം പുരാണ എന്ന് നേരത്തെയും പറഞ്ഞു. ഈ അജൻ്റെതാണ്, ജന്മരഹിതൻ്റെതാണ് ഈ പട്ടണം. അപ്പം നമ്മൾ വിചാരിക്കണത് ഈ പട്ടണം ജനിക്കുന്നതാ. എല്ലാ പട്ടണങ്ങളും ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ. എല്ലാ പട്ടണവും ആരെങ്കിലും ഉണ്ടാക്കിയതാ. ആരെങ്കിലും ഉണ്ടാക്കിയതാ എല്ലാ പട്ടണവും തന്നെ. ഏതെങ്കിലും ഒരു സ്ഥാപകനുണ്ടാവും ആ പട്ടണത്തിന്. ചില പട്ടണങ്ങൾ സ്വാഭാവികമായി വികസിച്ച് വന്നതാണെന്നൊക്കെ നമ്മൾ പറയും. എന്നാലും തിരക്കേടൊന്നുമില്ല. അതിനുണ്ടാവും ഒരു ക്രമീകരണം ചെയ്ത ഒരു പ്രഗത്ഭൻ. ആരെങ്കിലും ആളുണ്ടാവും. അപ്പം ഈ പട്ടണം ആരുടേതാ? അജനും അവക്രചിത്തനുമായവൻ്റെതാണ് ഈ പട്ടണം. ജന്മരഹിതൻ, അവക്രചിത്തൻ. അവിടെ ജന്മരഹിതൻ എന്നുള്ള പദം വളരെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ പട്ടണത്തെ ജനിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ജനിച്ചതായിട്ടാണ് നമ്മളൊക്കെ പറയുന്നു. എനിക്ക് ഇത്ര വയസ്സായി, ഇത്ര കൊല്ലായി ജനിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ ഈ പട്ടണം ജനിച്ചത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് ജനിച്ചിട്ട് ഇത്ര കാലമായി, ഇനി ഇത്ര കാലം കൊണ്ടത് ക്ഷയിച്ചു പോവും. ഇത്രയേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ പിന്നെ വേറെ പട്ടണത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാവും. ഇതൊക്കെ പൊളിച്ചു മാറ്റിയൊക്കെ വേർപെട്ട് പിന്നെ അതിൽ വീണ്ടും ഒക്കെ ഉണ്ടായി അങ്ങനെ 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 പോവും. ഇത്രയേ ഉള്ളൂ. അതൊക്കെ ഏതൊക്കെ രൂപഭാവങ്ങളെ മാറി മാറി പ്രാപിക്കും നമുക്ക് ആർക്കും പറയാൻ വയ്യ. പക്ഷേ ഒന്ന് പറയാം, ഇതിൻ്റെ ഉടമസ്ഥൻ ജന്മരഹിതനാണ്. അവിടെ ദേഹതാദാത്മ്യത്തിനപ്പുറത്ത് ദേഹവിലക്ഷണമായ ന ജായതേ മ്രിയതേ വാ കദാചിത്, ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് എന്നൊക്കെ സ്മൃതിയിലും ശ്രുതിയിലും പറഞ്ഞ ആ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യാം. അജസ്യ, ജന്മരഹിതൻ്റെതാണിത്. ഇതറിഞ്ഞാൽ, അനുഷ്ഠിച്ചാൽ ഈ പുരം ഏകാദശദ്വാരം അജനും അവക്രചിത്തൻ്റെതുമാണ് എന്നറിഞ്ഞ് ആ അജനെ, അവക്രചിത്തനെ നല്ലതുപോലെ ധ്യാനിച്ചാൽ, വിചാരം ചെയ്താൽ, അവനെ സംബന്ധിക്കുന്ന അനുഷ്ഠാനം ചെയ്താൽ, ഇതറിഞ്ഞാൽ ന ശോചതി, പിന്നെ ദുഃഖിക്കുന്നില്ല. ഈ ദുഃഖമൊക്കെ ഉണ്ടാവുന്നത് ഇതിനോട് താതാത്മ്യപ്പെടുമ്പോഴാണ്.
നശിക്കാനുള്ളത് നശിക്കുന്നു, നശിക്കാത്തത് നശിക്കില്ല. ഇത്രയും അറിഞ്ഞാൽ മതി, വേറൊരു പ്രശ്നവുമില്ല. നമ്മൾ നശിക്കുന്നതിനെ നശിക്കില്ല എന്ന് വിചാരിക്കുന്നു, ഇതാ കുഴപ്പം. പിന്നെ നമുക്കൊക്കെ അറിയാം, നശിക്കുന്ന അറിയാം, എന്നാൽ എന്നാ എപ്പോഴാന്നൊന്നും അറിയില്ല. ചുറ്റും എല്ലാ കെട്ടിടങ്ങളും തകരുന്നത് കണ്ടാലും നമ്മളെ കെട്ടിടം തകരും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നില്ല. പിന്നെ അതിൽ അഭിമാനിച്ച് കഴിയുക. എല്ലാ പുരവും വീഴുന്നത് കാണുന്നുണ്ട്, സ്വയം പോയി കർമ്മം ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ പുരം വീണപ്പോൾ അതെടുത്ത് കൊണ്ടുപോയി, അമ്മയുടെ പുരം വീണപ്പോൾ അതെടുത്ത് കൊണ്ടുപോയി. എന്നാലും എൻ്റെ പുരവും നാളെ വീഴുന്നു നമ്മൾ പലപ്പോഴും എന്തോ ഇഷ്ടമല്ല അത് ആലോചിക്കണം. നമുക്ക് വേറെ വല്ലതും പറ സ്വാമി, എന്തൊക്കെ പറയാൻ നാട്ടിലുണ്ട്. ഓർക്കുക, നശിക്കുന്നതേ നശിക്കൂ, നശിക്കാത്തത് നശിക്കില്ല. സ്വരൂപം നാശരഹിതമാണ്. എന്തിനോട് ഞാൻ താതാത്മ്യപ്പെടുന്നു, അതാ ചോദ്യം. നശിക്കുന്നതിനെ ഞാനെന്നറിയുന്നോ? നശിക്കും. നശിക്കാത്ത സ്വരൂപമാണ് ഞാനെന്നറിയുന്നുവോ? നശിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു അഷ്ടാവക്രൻ്റെ വാക്യം, ബദ്ധാഭിമാനി ബദ്ധോഹി മുക്തോ മുക്താഭിമാന്യപി. ഞാൻ മുക്തനാണെന്നുള്ള അഭിമാനിക്കുന്നെങ്കിൽ അയാൾ മുക്തൻ തന്നെയാണ്. ഞാൻ ബദ്ധനാണെന്നാണ് അഭിമാനിക്കുന്നത്, അയാൾ ബദ്ധൻ തന്നെയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ വാസ്തവത്തിൽ എന്താ? വിമുക്തശ്ച വിമുച്യതേ. വിമുക്തൻ വിമുക്തനാവുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ സ്വരൂപം ബദ്ധസ്വരൂപമായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് മുക്തി ഉണ്ടാവില്ല. സ്വരൂപം മാറില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ബദ്ധനാണേ, എന്നെ ഒന്ന് മുക്തിയിലേക്ക് നയിക്കണേ. നീ ബദ്ധനാണെങ്കിൽ നിന്നെ മുക്തിയിലേക്ക് നയിക്കാൻ ആർക്കും സാധിക്കില്ല, ഒരു ദൈവത്തിനും സാധിക്കില്ല, ബദ്ധനാണെങ്കിൽ. അജ്ഞാനകൽപ്പിതമായി ബന്ധം ഞാൻ എന്നിൽ കെട്ടിവെച്ചു, അതുകൊണ്ട് വിജ്ഞാനത്താൽ ബന്ധമില്ലാണ്ടാവും. അതെ, അവിദ്യയുടെ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട്, ആവരണത്തെക്കൊണ്ട് ഞാൻ എന്നെ അറിഞ്ഞില്ല, വിക്ഷേപത്തെക്കൊണ്ട് മറ്റു പലതുമായി ഞാൻ എന്നെ മനസ്സിലാക്കി. എൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണെന്നുള്ളത് അവിദ്യ കൊണ്ട് അറിഞ്ഞില്ല, അവിദ്യയുടെ ആവരണ ശക്തി കൊണ്ട്. പിന്നീട് ഞാൻ ഈ ശരീരമാണ്, പ്രാണങ്ങളാണ്, മനസ്സാണ്, ഇന്ദ്രിയങ്ങളാണ്, ബുദ്ധിയാണ്. പിന്നെ ശരീരത്തിൻ്റെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആണാണ്, പെണ്ണാണ്, സന്യാസിയാണ്, ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണ്, വാനപ്രസ്ഥനാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ തൊഴിലിനോടൊക്കെ താതാത്മ്യം വരുന്നുണ്ട്, ഞാൻ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വക ഒട്ടനവധി താതാത്മ്യഭാവങ്ങൾ വരുന്നു. ചിന്തിക്കുക. വാസ്തവത്തിൽ വിമുക്തനാണ്, തൻ്റെ സ്വരൂപം മുക്തസ്വരൂപമാണ്. നിത്യവും ശുദ്ധവും ബുദ്ധവും മുക്തവുമായ സ്വരൂപമാണ് തൻ്റെത്. അഥവാ ബദ്ധനായിരുന്നെങ്കിൽ മുക്തനാവില്ല. ബദ്ധത വന്നു, അത് പിന്നീട് വന്നു ചേർന്നതാണ്. ഒരാളെ വേറൊരാളൊരു ചങ്ങല കൊണ്ട് കെട്ടിയിച്ചാൽ ചങ്ങല അഴിച്ച് നമുക്ക് മോചിപ്പിക്കാം അയാളെ. സ്വയം ചങ്ങല കൊണ്ട് കെട്ടിയിച്ചാലും നമുക്ക് മോചിപ്പിക്കാം. പക്ഷേ അതയാളുടെ തന്നെ ഭാഗമായിട്ട് ആ ബന്ധനം ചാലോ എങ്ങനെയാണ് മോചിപ്പിക്കുക? അത് മുറിക്കുന്നതോടെ അയാൾ ഇല്ലാണ്ടായിപ്പോവും. സ്വതസിദ്ധമല്ല ബന്ധനം, അത് അവിദ്യയാൽ വന്നു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യയാൽ ഇല്ലാതാവും. ഇവിടെ എന്താണ് വിദ്യ അവിദ്യ? ചിന്തിക്കേണ്ടതാണ്. അനാത്മനി ശരീരാദൗ ആത്മബുദ്ധിസ്തുയാ ഭവേത്. അതാണ് അവിദ്യയുടെ, മായയുടെ അവിദ്യ എന്നുള്ള ഭാവം. അനാത്മനി ശരീരാദൗ ആത്മബുദ്ധിസ്തുയാ ഭവേ സൈവമായ തയൈവാസൗ സംസാര പരികൽപ്യതേ. അനാത്മാവായിരിക്കുന്ന ശരീരം തുടങ്ങിയവയിൽ എൻ്റെ എന്ന്
തിരിച്ചറിയപ്പെടുന്ന ശരീരം തുടങ്ങിയവയിൽ ഞാൻ എന്ന് തോന്നിപ്പോവുക. ഇതാണ് മായ, ഇതാണ് അവിദ്യ. അപ്പം ഈ അവിദ്യയുടെ ഇല്ലായ്മയോ വിദ്യയാൽ മാത്രമേ ഉള്ളൂ. അതെന്താ? തന്നെ തിരിച്ചറിയാം. ശരീരവിലക്ഷണമായിരിക്കുന്ന ആത്മഭാവത്തെ തിരിച്ചറിയുക. അപ്പം ഈ തിരിച്ചറിവിൻ്റെ ഘട്ടത്തിൽ അറിഞ്ഞു, ഞാൻ ഇന്നും മുക്തൻ തന്നെ, ഇന്നലെയും ഞാൻ മുക്തനായിരുന്നു, നാളെയും ഞാൻ മുക്തനായിരിക്കും. അവിദ്യ കൊണ്ട് ബന്ധനം ഞാൻ എന്നിൽ കൽപ്പിച്ചു. പക്ഷെ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ബന്ധമുക്തിക്കായിക്കൊണ്ട് പരിശ്രമിക്കണം. ഇത് കൽപ്പനയാണ്. ഒരു മഹാത്മാവ് പറഞ്ഞു തന്നൊരു കഥയുണ്ട്. ഒരാൾ വലിയൊരു പ്രഭുവിൻ്റെ ഗോശാലയുടെ പാലകനാണ്. ഇയാൾ രാവിലെ ഗോശാലയിൽ നിന്ന് പശുക്കളെ മേയാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവരെ ഗോശാലയിൽ ബന്ധിക്കുന്ന കയറ് ഒക്കെ അഴിച്ചു മാറ്റി തിരിച്ചു കൊണ്ടുവന്ന് വൈകിട്ട് ഒക്കെ കെട്ടും. സന്ദർഭവശാൽ അന്ന് അയാൾ കാട്ടുന്ന് തിരിച്ചു വരുമ്പോൾ കയറ് കൊണ്ടുവരുവാൻ വിട്ടു. അയാളൊരു ഉപായം ഒക്കെ കെട്ടുന്നത് പോലെ കാണിച്ചു. കൈകൊണ്ട് കയറൊന്നുമില്ല, പശുക്കളൊക്കെ സാധാരണ പോലെ നിന്നു അവനവൻ്റെ സ്ഥാനത്ത്. ഇയാൾക്കറിയാൻ കെട്ടിയിട്ടില്ല എന്ന്. പക്ഷേ പശുക്കളുടെ വിചാരം കെട്ടിയിട്ടുണ്ടെന്നാണ്. പിറ്റേന്ന് രാവിലെ ആൾ തെളിക്കാൻ നോക്കുമ്പോൾ ഒക്കെ അവരവരുടെ പരിധിയിൽ തന്നെ നിൽക്കുകയാണ്. പ്രഭു വിളിച്ചു പറഞ്ഞു, കെട്ടിയത് കാണിച്ചതുപോലെ അഴിച്ചതും കാണിച്ചോളൂ. നോക്കട്ടെ, ഇയാൾ അഴിക്കുന്ന പോലെ കാണിച്ചു, എല്ലാ പശുക്കളും നടന്നു, അത്രയേ ഉള്ളൂ. ഇത് കഥയാണ്, കൽപ്പിതമാണ്. പക്ഷേ ഇത് നൽകുന്ന സന്ദേശം, നമ്മൾ പലതരം ബന്ധനങ്ങൾ സ്വയം നമ്മിൽ തന്നെ അധ്യാരോപിച്ച് അതിനെക്കൊണ്ട് നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പറച്ചിൽ പറയും ദൈവം കെട്ടിയിരിക്കുക, അത് കെട്ടിയിരിക്കുക, ഇത് കെട്ടിയിരിക്കുക എന്നൊക്കെ. നമ്മൾ തന്നെയാണ് കെട്ടിവെച്ചിട്ടുള്ളത്. ഈ അവിദ്യാബന്ധനം വിദ്യോദയത്തിൽ താനെ ഇല്ലാതാകുന്നു. അതെ, വിദ്യൈവ തന്നാശ വിധൗ പടീയസി. സംസാരത്തിൻ്റെ സകല ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്നതിൽ ഒന്ന് മാത്രമേ സമർത്ഥയായിട്ടുള്ളൂ, അത് വിദ്യ മാത്രമാണ്. അതുകൊണ്ട് വിമുക്തശ്ച വിമുച്യതേ, വിമുക്തൻ വിമുക്തനാവുന്നു. സ്വതവേ വിമുക്തനായിരുന്നു, വിമുക്തൻ വിമുക്തനായി. ഏതദ് വൈതത്, ഇതാണത് അനുസന്ധാനം ചെയ്തോളൂ. അത് എന്ന് പറഞ്ഞാൽ ഇതാണ് നീ ചോദിച്ച, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ ശ്രവണപ്രധാനമായ ഭാഗത്ത് യാതൊരു പരമാത്മതത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ചോ, ഇതാണത്. അപ്പോൾ ഇതനുസന്ധാനം ചെയ്യാം. ഈ 11 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള പട്ടണം, ഇതിൻ്റെ സ്വാമി ആരുടേതാണ് ഈ പട്ടണം? പട്ടണം എപ്പോഴും തത് വിലക്ഷണമായ ഒന്നിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും. പട്ടണത്തിന് വേണ്ടി പട്ടണമില്ല, അത് ഓർമ്മിക്കണേ. വീടിന് വേണ്ടി പറയാൻ കുറച്ച് ഭയമുണ്ട്, അതുകൊണ്ടാണ് ബാക്കി പറയാൻ മടി. വീടിന് വേണ്ടി വീടില്ല, വീട്ടുകാരന് വേണ്ടിയിട്ടാണ് വീട്. ഇന്നിപ്പോൾ കേരളത്തിൽ നേരെ തിരിച്ചാ, വീടിന് വേണ്ടി വീട്ടുകാരനാ. എന്നാൽ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, പ്രായണ മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും വീട്ടുകാർക്ക് വേണ്ടിയാണ് വീട് കാണപ്പെടുന്നത്. അതെ, വീട്ടുകാർക്ക് വേണ്ടി വീട്, അതാ കാണുന്നത്. ഏത് സംസ്ഥാനങ്ങളിലൂടെ പോയാലും, അത് ഗ്രാമങ്ങളായാലും പട്ടണങ്ങളായാലും വീട്ടുകാർക്ക് വേണ്ടി വീടാണ്. പക്ഷെ കേരളത്തിൽ വീടിന് വേണ്ടി വീട്ടുകാരനാണ്. വലിയൊരു വീടുണ്ടാവും, ആകെ ഒരാളൊരു മൂലയ്ക്ക്, വേറൊരാളൊരു മൂലയ്ക്ക്. എന്താ പണി? വീട് കാവൽ.
മക്കളോ ഒരുത്തൻ ആഫ്രിക്കയിൽ, ഒരുത്തൻ അമേരിക്കയിൽ. അവരൊന്നും ഇങ്ങോട്ടും വരാനും താല്പര്യമല്ല സ്വാമി. നിങ്ങൾക്കെന്തൊരു തിരക്കിട്ടൊരു പണിയുണ്ടല്ലോ, അത് പുതിയൊരു വീടിൻ്റെ പണിയാ. അത് ആർക്കാ? അത് അമേരിക്കയിലുള്ള ആ മോന് വേണ്ടിയിട്ടാ. ഓ ശരി. അപ്പോൾ അവനല്ലേ ഇങ്ങോട്ടേ വരില്ല എന്ന് പറഞ്ഞത്. അല്ല, അവൻ ഏതെങ്കിലും കാലത്ത് വരികയാണെങ്കിൽ എന്നാ അപ്പം ഉണ്ടാക്കിയാൽ പോരെ, എപ്പം ഉണ്ടാക്കണോ? അല്ല, അന്ന് കോസ്റ്റൊക്കെ കൂടും സ്വാമി. എന്നിട്ട് ആളും ഉണ്ടാവില്ല, ഒരു വിളക്ക് വയ്ക്കുകയില്ല. പിന്നെ മിക്കവാറും വീട്ടിന് മുമ്പ് തന്നെ കത്തിക്കാത്തൊരു വിളക്കുണ്ടാവും. എന്തൊരു കഷ്ടമാണിത്. മനുഷ്യന് ഉപയോഗിക്കാനല്ലേ ഗൃഹം? ആ സങ്കല്പം മാറി നമ്മൾ ഒരു തരം ഉപഭോഗ ഭ്രാന്തിൻ്റെ അടിമകളായി മാറിയിട്ട് മനുഷ്യന് വേണ്ടി വീടെന്നുള്ളതിന് പകരം വീടിന് വേണ്ടി മനുഷ്യൻ, കാവൽക്കാർ. അത് വൃത്തിയാക്കുക, അത് അടിച്ചു വാരി വയ്ക്കുക, അത് അങ്ങനെ ആക്കി വയ്ക്കുക. ഇതിന് തന്നെ പണി, വേറൊന്നിനും സമയമില്ല. എടാ, നിനക്ക് വല്ലതും സമ്പാദിക്കാൻ നോക്ക്. നിൻ്റെ വീട് നീ വിട്ടു പോണ്ടേ? നിൻ്റെ വീട് നീ ഒഴിവാക്കി പോകണം. മറ്റവൻ വരും, പോത്തിൻ്റെ മുള്ള വരിക. ഓർമ്മിക്കുക. അവൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനുള്ള സമ്പത്ത് എന്തെങ്കിലും കയ്യിൽ വേണം. ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിക്കും. ടിക്കറ്റിനുള്ള പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇതടിച്ചു വാരി, ഇത് തുടച്ച് വൃത്തിയാക്കി, ഇതിനു വേണ്ടി മാത്രം മെനക്കെടാണ്ട്. അപ്പോൾ എന്ത് വേണം? നമുക്ക് താമസിക്കാനുള്ള വീടുണ്ടാക്കുക, മനുഷ്യന് വേണ്ടിയുള്ള വീടുണ്ടാക്കുക. വീടിന് വേണ്ടിയായി പോകരുത് മനുഷ്യൻ. ഈ സമ്പത്ത് സമാജത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബിസിനസ്സുകളിൽ ഏർപ്പെടുക, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുക, എന്തെങ്കിലുമൊക്കെ കൂടുതൽ സമ്പത്ത് സമൂഹത്തിന് ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇതൊട്ടും ചെയ്യാത്ത സമൂഹത്തിൻ്റെ പേര് ഹിന്ദു. അതെ, ഉള്ളതൊക്കെ എവിടെയെങ്കിലും കെട്ടിവെച്ച് ഇങ്ങനെ ഇരിക്കുക, ഒരു കാരണവരും കാരണവത്തിയും. എന്നാൽ ഇത് സമൂഹത്തിൻ്റെ വികാസത്തിന് എന്തിനെങ്കിലും ഒരു അയ്യോ, അതൊന്നും അത്ര സേഫല്ല സ്വാമി. ചിന്തിക്കുക, പറയുന്നത് തെറ്റോ ശരിയോ എന്ന് സ്വയം വിചാരം ചെയ്യാം. എന്നാൽ യാതൊരു സംശയവും ഇല്ല, മതഭേദം പറയുന്നതിന് മടിയൊന്നുമില്ല. ഹിന്ദു ഒഴിച്ചുള്ള സമൂഹങ്ങളിൽ ആ പണം ഏതെങ്കിലും കച്ചവടത്തിന് കൊടുത്തിരിക്കും, ഏതെങ്കിലും നിലയ്ക്ക് കൊടുത്തിരിക്കും. എന്തെങ്കിലും ബിസിനസ്സിലൂടെ അത് ഇരട്ടിക്കും. അവർക്ക് ഗുണം, രാഷ്ട്രത്തിനും ഗുണം. ഇത് കൃത്യം ബാങ്കിൻ്റെ ഇൻട്രസ്റ്റും കണക്കാക്കിയിരിക്കുക. ചിന്തിക്കുക. ഇതിന് അപ്പുറത്ത് മറുപടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഈ സ്വാമി വിഡ്ഢിത്തം പറയാണ്. കാരണം ബാങ്കിലുള്ള ഡെപ്പോസിറ്റിൻ്റെ പണം കൊണ്ടാണ് രാഷ്ട്രത്തിൻ്റെ വികാസം നടക്കുന്നത്. വലിയ രാഷ്ട്രത്തിൻ്റെ വികാസം ഇല്ലെന്നൊരിക്കലും പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ നമുക്കെന്ത് ഭയമാണ്. ഇതിലൊക്കെ കുറച്ചൊന്ന് മാറി ചിന്തിക്കേണ്ടുന്ന കാലം കഴിഞ്ഞു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ എന്തായാലും മനുഷ്യന് വേണ്ടി വീടെന്നുള്ള സങ്കല്പം, വീടിന് വേണ്ടി മനുഷ്യൻ എന്നുള്ള സങ്കല്പമല്ല. അതുകൊണ്ട് ഈ മന്ത്രം മലയാളികൾ പഠിക്കേണ്ട മന്ത്രം അല്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ഇപ്പം ചെറുതായിട്ട് ഈ രോഗം മറ്റ് പ്രദേശങ്ങളിലും കൂടുന്നുണ്ട്, എന്നാലും ഏറെയൊന്നും ആയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലത്തിലൂടെയും സഞ്ചരിക്കാനും ദരിദ്രന്മാരും ധനികന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട്. വലിയ വലിയ കോടീശ്വരന്മാരെ വീടും 2 മുറി 3 മുറി അതിലധികം ഒന്നും കണ്ടിട്ടില്ല. അവരൊക്കെ അവരുടെ പണം വർദ്ധിപ്പിക്കാനുള്ള വിദ്യകൾ ചെയ്യുന്നു. നമ്മൾ കടം വാങ്ങിയിട്ട് വലിയ വീടുണ്ടാക്കുന്നു. പിന്നെ കിട്ടുന്ന വരുമാനമൊക്കെ ഇതിനടയ്ക്കാനേ സമയമുള്ളൂ. ഒരു ആവറേജ് തൊഴിൽ മേഖലയിൽ കഴിയുന്നവൻ പെൻഷൻ വാങ്ങാനാകുമ്പോഴത്തേക്ക് ഒരു കൂറ്റൻ വീടുണ്ടാക്കിയിട്ടുണ്ടാവും. കിട്ടുന്ന പൈസ അതിനടയ്ക്കാനേ ഉള്ളൂ ബാങ്കിലേക്ക്. നമ്മുടെ വികലമായി മനസ്സ് എന്നൊന്ന് നേരെയാവും. ഇനി കുടുംബത്തിലോ 10 കുട്ടികളുണ്ടെങ്കിൽ തിരക്കേടില്ല. ആകെ 1/4. അതെ, അത്രയേ ഉള്ളൂ. 3/4 എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. കാരണം ചൊവ്വയും ബുധനൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിക്കാൻ പോകുള്ളൂ. മനസ്സിലായില്ല? ചൊവ്വ, ഞായർ, തിങ്കൾ, ചൊവ്വ, പിന്നെ ഏതാളെ ബുധൻ. എന്തൊക്കെ ഉണ്ട് ദോഷങ്ങൾ അറിയില്ല. ഈ ദോഷങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ചെക്കന് വയസ്സ് 40, പെണ്ണിന് വയസ്സ് 30.
ഒരുവിധം നല്ല സന്താനം ഉണ്ടാവേണ്ട പ്രായമൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കണത്. അതുകൊണ്ടാണ് മുക്കാക്കുട്ടി എന്ന് പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത് കല്യാണവും കഴിക്കില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ സമാജം. ഇതിലൊക്കെ ഒരു പരിവർത്തനം എന്ന് വരും? എന്ന് വരും? ഇപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ സിനിമേൻ്റെ പേരാണെന്ന് തോന്നുന്നു, കാണുന്നുണ്ട് നമ്പൂതിരി യുവാവ് 47 എന്ന്. സത്യമാണത് ആ പേര്? സിനിമയുടേതാണെന്ന് തോന്നണോ? അന്നാണ് തോന്നുന്നത്. കൂടുതൽ സൂക്ഷ്മമായി വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വായിക്കാൻ പറ്റിയിട്ട് നമ്പൂതിരി യുവാവ് @47 എന്ന്. പരമാർത്ഥമാണത്. ഇതിലൊക്കെ ഒരു പരിവർത്തനം വരണ്ടേ? നല്ല ബീജശക്തിയും അണ്ടശക്തിയും ഉള്ള സമയത്ത് വേണ്ടേ വിവാഹം കഴിക്കേണ്ടത്? അതിന് ഞായറും തിങ്കളും ചൊവ്വയും നോക്കിയിരിക്കുക. ഇനി അതിൽ ഒരാൾ പറഞ്ഞു ഇത് ശുദ്ധജാതക സ്വാമി അപകട. എടേ, അശുദ്ധജാതകമാണ് അപകടം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് യുക്തിയുണ്ട് മനസ്സിലാക്കി. ഇത് ശുദ്ധ അപകട. ശുദ്ധ അപകട. അശുദ്ധ. അപ്പം ശുദ്ധ അപകടം വെച്ചാൽ അശുദ്ധം നന്നാവണമല്ലോ. അശുദ്ധവും മോശ സ്വാമി. പിന്നെ ചൊവ്വയോ ചൊവ്വാദോഷം, ബുധനോ ബുധനും ദോഷം, വ്യാഴവും ദോഷം. പിന്നെ എന്താ ദോഷം തീരുന്നത്? ചിന്തിക്കുക. തമാശ ഭാഷയിൽ പറഞ്ഞാലും ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ചില വികല ഭാവങ്ങളെ, അതുകൊണ്ടുണ്ടാവുന്ന സാമൂഹികമായിരിക്കുന്ന അധപ്പതനത്തെ, അപചയത്തെ സൂചിപ്പിക്കാൻ ചിലത് പറഞ്ഞു എന്ന് മാത്രം. ചിന്തിക്കേണ്ടവർ ചിന്തിക്കുക, വേണ്ടത് ഗ്രഹിക്കുക, വേണ്ടാത്തത് ത്യജിക്കുക. അത്രയേ ഉള്ളൂ. ശരി, ഏതായാലും ഏതത് വൈതത്, ഇതാണത്. പിന്നെ ഈ ജീവൻ തന്നെയാണ് ഈശ്വരൻ, ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മമെന്ന് പറഞ്ഞതിനെ അനുസന്ധാനം ചെയ്യാൻ വീണ്ടും വീണ്ടും മനനപ്രകാരങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ. ഹംസ ശുചിഷത് വസുരന്തരിക്ഷസദ് ഹോതാ വേദിഷത് അതിഥിർദുരോണസദ് നൃഷദ്വരസദൃതസദ്വ്യോമസദ് അബ്ജാ ഗോജാ ഋതജാ അദ്രിജാ ഋതം ബൃഹത്. കുറേ പേരുകളാണ്, കുറേ പേരുകൾ മാത്രം. ഹംസശുചിഷത് വസുരന്തരിക്ഷസദ് ഹോതാ വേദിഷത് അതിഥിർദുരോണസദ് നൃഷദ്വരസദൃതസദ്വ്യോമസദ് അബ്ജാ ഗോജാ ഋതജാ അദ്രിജാ ഋതം ബൃഹത്. കുറേ പേരുകൾ പറഞ്ഞിരിക്കുക. ഇത് അനേകം ഉപനിഷത്തുക്കളിൽ ആവർത്തിക്കുന്ന മന്ത്രമാണ്. എന്നാൽ ഇത് സംഹിതാഭാഗത്തും ഈ മന്ത്രം ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ്. ഹംസഹ, ഹംസ. ഹംസസ്വാമി ഒരു മുസ്ലിമിൻ്റെ പേരല്ലേ? ഇതെന്താ ഇവിടെ വന്നത്? അങ്ങനെ ഒന്നും ആർക്കും കൊടുക്കേണ്ടത് എല്ലാവർക്കും ഇടാൻ പറ്റണ പേരാ, നല്ല പേരാ. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ ആലോചിക്കാൻ നല്ല ഒന്നാം തരം പേരാണ് ഹംസ. നല്ല പേരാ. പേരിന് നമുക്കൊരു പഞ്ചവും ഇല്ല കേട്ടോ. ഇനി അതും പറയണമല്ലോ. പേരിനൊരു പഞ്ചവും ഇല്ല. നമുക്കുണ്ടോ? ഒരു പഞ്ചവും ഇല്ല. എന്നിട്ട് പുതിയ പരിഷ്കാര പേര് തേടി നമ്മൾ അലയും. ഒരിക്കലേ നമ്മളൊരു കോഴിക്കോട് ഒരു ബുക്ക് സ്റ്റാളിൽ പോയി. അതൊരു പുസ്തകം ആശ്രമത്തിൽ ഒരു രാമായണ പാരായണമൊക്കെ വെച്ചിരുന്നു. അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകം വേണം. അപ്പോൾ നമ്മളും കൂടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വിലക്ഷണമായൊരു കാഴ്ച കണ്ടു. ചിലപ്പോൾ ആ കാഴ്ച കാണാനായിരിക്കാം അവിടെ അന്ന് പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അന്ന് പോകേണ്ട ആവശ്യം സത്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല, വേറെ ആൾക്കാരുണ്ടായിരുന്നു പോകാൻ. എന്താ വിലക്ഷണമായ കാഴ്ച എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഓർമ്മയുണ്ട്, DC ബുക്സിൻ്റെ കടയാണ്. കുറച്ച് നീളത്തിലുള്ള കടയാണ്. ഇവിടുന്ന് ഈ ഷോപ്പിൻ്റെ അകത്ത് ഈ അറ്റത്ത് നിന്ന് അറ്റത്തിലേക്ക് ഓടുന്നു, ആ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടും വരുന്നു ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരമ്മ. അപ്പോൾ കുറേ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്താ അത്, എന്താ പരിപാടി? അല്ല സ്വാമി, ഇവിടെ കുട്ടികളുടെ പേരുകൾ ഉള്ള പുസ്തകം ഉണ്ടെന്ന് കേട്ടിരുന്നു. അതെന്തിനാ? ഞാൻ പുറത്താണ്,
അപ്പോൾ കുട്ടിക്ക് നല്ല പേര് ഭാവിയിൽ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുപോകാനാണ്. അത്രയേ ഉള്ളൂ, ആ ഷെൽഫിലുണ്ട് കേട്ടോ. ചൂണ്ടി കാണിച്ചു കൊടുത്തു. ഈ അമ്മ പാവ അവിടെ പോയി. ഉടനെ തിരിച്ചു വന്നു. ഇല്ല സ്വാമി, ഉണ്ടെന്നേ. ഇല്ല, ഉണ്ട്, ഞാനും കൂടെ വരാം. പോയി വിഷ്ണു സഹസ്രനാമം ഒന്ന് എടുത്തു, ലളിതാ സഹസ്രനാമം ഒന്ന് എടുത്തു. പ്രസവിക്കണത് ആൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിടുക, പെൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിടുക. സെലക്ട് ചെയ്യണേ, പ്രത്യേകം ശ്രദ്ധിക്കുക. അയാൾ അതേപടി ഇട്ടാൽ പ്രശ്നമായി. മോളുടെ പേരെന്താ? പഞ്ചപ്രേതാസനാസീന. വലിയ വിഷമമായി. അപ്പോൾ അതുകൊണ്ട് സെലക്ട് ചെയ്യണം അതിന്. പിന്നെ അല്ലേ ശരി, വലിയ പ്രശ്നം അത്. മോളുടെ പേരെന്താണെന്ന് വെച്ചാൽ മോളുടെ പേര് പറയാൻ തന്നെ നേരം കുറേ വേണം. പഞ്ചപ്രേതാസനാസീന. അപ്പം അതൊന്നും പറ്റില്ല, തിരഞ്ഞെടുക്കണം. അതാ. എന്നിട്ടാ 2 അക്ഷരം 4 അക്ഷരമൊക്കെ പറഞ്ഞ് പുതുതായിട്ട് ഉണ്ടാക്കിയുള്ള പേരിന് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. എത്ര പേര് നമുക്കുണ്ട്, കോടിക്കണക്കിന് ദൈവങ്ങൾ, ഓരോരുത്തർക്കും 1000 പേരുകൾ. പോരെങ്കിൽ 108 പേര് വേറെയും, അഷ്ടോത്തര ശതനാമാവലി, സഹസ്രനാമാവലി. എന്നിട്ട് നമ്മൾ പേരിന് കറങ്ങുക. ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് പേര്. ഹംസഹ, ഒന്നാമത്തെ പേര് ഹംസഹ, ഹംസൻ. മലയാളത്തിലാവുമ്പോൾ ഹംസൻ, സംസ്കൃതത്തിലാവുമ്പോൾ ഹംസ, ഹിന്ദിയിലാവുമ്പോൾ ഹംസ്. എന്തായാലും കുഴപ്പമില്ല. ശരി. ഹന്തീതി, ഒന്നുകിൽ നിരന്തരം സഞ്ചരിക്കുന്നവനാരോ അല്ലെങ്കിൽ ഹിംസിക്കുന്നവനാരോ അവൻ ഹംസ. രണ്ടർത്ഥവും പറയാം. നിരന്തരം സഞ്ചരിക്കുന്നവൻ അല്ലെങ്കിൽ ഹിംസിക്കുന്നവൻ. ഇപ്പം സോപാധികമായി സകല ജീവശരീരങ്ങളിലും അന്തര്യാമിയായി നിരന്തരം സഞ്ചരിക്കുന്നതായി ആരെ നാം കാണുന്നുവോ അവൻ പരമാത്മാ ഹംസഃ. അഥവാ സൂര്യൻ, നിരന്തരം സഞ്ചരിക്കുന്നവൻ സൂര്യൻ. അല്ലെങ്കിൽ ഹിംസിക്കുന്നവൻ, ഹിംസയുടെ അധിഷ്ഠാന ദേവതയായി യാതൊരു രുദ്രൻ, പരമേശ്വരൻ കാണപ്പെടുന്നുവോ അവൻ ഹംസൻ. പല രീതിയിൽ പറയാം, അനേക രീതിയിൽ അർത്ഥം പറയാം. ഏതായാലും ഈശ്വരൻ എന്നർത്ഥം, പരമാത്മാ എന്നർത്ഥം ഹംസഃ. ശുചിഷത്, അടുത്ത പേര് ശുചിഷത്. ശുചിയിൽ വസിക്കുന്നവൻ, നിവസിക്കുന്നവൻ, ശുചിയായതിൽ നിവസിക്കുന്നവൻ, ശുചിസ്ഥാനങ്ങളിൽ നിവസിക്കുന്നവൻ, ശുദ്ധമായ ബുദ്ധിയിൽ നിവസിക്കുന്നവൻ, ശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ നിവസിക്കുന്നവൻ, ശുദ്ധ വ്യവഹാരം ചെയ്യുന്നവരിൽ നിവസിക്കുന്നവൻ, സദാ ശുചിസ്വരൂപമായി നിവസിക്കുന്നവൻ. ഏതർത്ഥം വേണമെങ്കിൽ ചിന്തിച്ചോളൂ, അത് മറ്റൊരു പേര് ശുചിഷത്. വസുഹു, വസുഹു, വസു, സർവ ദിക്കുകളെയും ശോഭിപ്പിക്കുന്നവൻ, സർവത്തിനെയും ആവരണം ചെയ്ത് നിലനിർത്തുന്നവൻ. വാസയതി ഇതി വസു, വസത്തെ ഇതി വസു. സർവത്തിനും ഉള്ളിൽ നിവസിക്കുന്നവനാരോ അവൻ വസു. വസതി വസന്തി അസ്മിൻ ഭൂതാനീതി വസു. സർവഭൂതങ്ങളും ആരിൽ വസിക്കുന്നുവോ അവൻ വസു. അനേക അർത്ഥങ്ങൾ പറയാം, പറഞ്ഞാലും തീരില്ല വസുവിൻ്റെ അർത്ഥം. ഈ വസു തന്നെയാണ് കേട്ടോ വാസു ആവുക, അത് ശ്രദ്ധിക്കണം. വസു എന്നുള്ളതിൽ വസു തന്നെ വാസവനും ആവാം വാസു ആവാം. അതിൽ സ്വാർത്ഥത്തിൽ അണു വന്നാൽ വാസവനാവും. അത് തന്നെ ദീർഘിച്ചാൽ വാസു ആവും. അണുപ്രത്യയം വന്നാൽ വാസവനും ആവും. ഒക്കെ ഒന്ന് തന്നെയാണ് വസു. അപ്പോൾ പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, സർവത്തിലും വസിക്കുന്നവൻ, സർവരെയും വസിപ്പിക്കുന്നവൻ, സർവവും ആരിൽ വസിക്കുന്നുവോ അവൻ, സർവചരാചരങ്ങളിലും വസിക്കുന്നവൻ. ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം. വസു വാസു.
അപ്പോൾ 3 പേരായിട്ടുവോ? ഹംസഃ, ഹംസ തന്നെ ശുചിഷത്, ശുചിഷത് തന്നെ വസുഃ. അന്തരിക്ഷസത്, അന്തരീക്ഷത്തിൽ വസിക്കുന്നവൻ. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അന്തഃ ഈക്ഷതേ ഇതി, നടുക്ക് കാണപ്പെടുന്നത്. ഭൂമി, ദ്വിലോകം, ഇതിൻ്റെ മധ്യത്തിൽ കാണപ്പെടുന്നത് എന്തോ അത് അന്തരീക്ഷം. ഭൂമിക്കും ദ്വിലോകത്തിനും മധ്യത്തിൽ കാണപ്പെടുന്നത് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ വസിക്കുന്നവൻ വായു എന്ന് പറയാം. വായു അന്തരീക്ഷത്തിൽ വസിക്കുന്നവനാ. പിന്നെ അന്തരീക്ഷത്തിൽ വസിക്കുന്ന സർവരെ കൊണ്ടും പറയാം. ആരൊക്കെയാണെന്ന് എത്രയാ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എണ്ണി തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല അന്തരീക്ഷത്തിൽ എത്ര പേര് വസിക്കുന്നുണ്ടെന്ന്. എന്തായാലും അന്തരീക്ഷത്തിൽ വസിക്കുന്നവൻ. ഹോതാ, ഹോതാവ്, ഹോമം ചെയ്യുന്നവൻ. ഹോമം ചെയ്യുന്നവൻ. ഈ പ്രപഞ്ചത്തിലെ സകല യജ്ഞങ്ങളെയും ചെയ്യുന്നവൻ. പ്രപഞ്ചത്തിൽ ഓരോ ഘടകത്തെ നോക്കിക്കോളൂ, സർവത്തിലും ഒരു യജ്ഞക്രിയ അന്തർഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു യാജ്ഞികമായ മനസ്സ് കൈവന്നാൽ എല്ലാത്തിലും യജ്ഞം കാണാം. സൂര്യനിൽ യജ്ഞം കാണാം, ചന്ദ്രനിൽ യജ്ഞം കാണാം. എല്ലാം എടുത്തു കൊടുക്കുക, അതാ കൂടുതലായിട്ട് കൊടുക്കുന്നു. എല്ലാവരും യജ്ഞം ചെയ്യുന്നു. കാറ്റ് യജ്ഞം ചെയ്യുന്നു, സമുദ്രം യജ്ഞം ചെയ്യുന്നു, നദി യജ്ഞം ചെയ്യുന്നു. പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിയാൽ സർവം യജ്ഞമയമാണ്. യജ്ഞോ വൈ വിഷ്ണു എന്ന് അതുകൊണ്ട് പറഞ്ഞു. യജ്ഞം വിഷ്ണുവാണ്. സർവവ്യാപക ധർമ്മത്തോടുകൂടി യജ്ഞം നിലകൊള്ളുന്നു. ഈ രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വീക്ഷണം തന്നെ, പ്രപഞ്ച വീക്ഷണം തന്നെ മാറും. ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ചില സേവകൾ ചെയ്താൽ തന്നെ അഹങ്കാരികളായി മാറും. ഇതങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും യജ്ഞം ചെയ്യുക. സൂര്യനൊക്കെ ചെയ്യുന്ന യജ്ഞം എത്രയാണ്? വേദത്തിൽ സംഹിതാഭാഗത്ത് ഋഷി പറഞ്ഞിട്ടുണ്ട്, ഏകദേശത്തുനിന്ന് ജലരാശിയെ കൊണ്ടുപോയി ബഹുദേശത്തേക്ക് കൊടുക്കുന്നുവല്ലോ ഹേ സൂര്യ എന്ന്. ഏകദേശത്തുനിന്ന് കൊണ്ടുപോയി, സമുദ്രത്തിൽ നിന്ന് കൊണ്ടുപോയി ബഹുദേശത്തേക്ക് നീ ഈ ജലരാശിയെ മുഴുവൻ തരുന്നുവല്ലോ, നീ എത്ര വലിയ യജ്ഞമാണ് ചെയ്യുന്നതെന്ന്. ഇതൊക്കെ എത്ര പ്രാചീന വീക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക. അപ്പം ഹോതാവ്. വേദിഷത്, വേദികളിൽ, യജ്ഞവേദികളിൽ നിവസിക്കുന്നവൻ. യജ്ഞവേദികളിൽ അഗ്നിയുടെ രൂപത്തിൽ നിവസിക്കുന്നവൻ. വായുവും നീ തന്നെ, അന്തരീക്ഷത്തിൽ വായുവായി നീ തന്നെ ഇരിക്കുന്നു. യജ്ഞവേദികളിൽ അഗ്നിയായും നീ തന്നെ ഇരിക്കുന്നു. എല്ലാത്തിനും ഈശ്വരഭാവമായി കാണുകയാണ്. ഈ ദൃഷ്ടി കൈവരുമ്പോൾ ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല. വേദിഷത്. അതിഥി, 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 അതിഥിയും നീ തന്നെ. അതിഥി എന്നുള്ളത് വല്ലാത്തൊരു ശബ്ദമാണ്. തിഥി ഇല്ലാത്തവനാവാം, തിഥിയിലല്ലാത്തവനാകാം, തിഥിയോളം നിൽക്കാത്തവനാകാം. പല അർത്ഥങ്ങളുമുണ്ട്. തിഥി ഇല്ലാത്തവൻ അതിഥിയാണ്. ഇപ്പോൾ സാധാരണ വ്യാവഹാരിക തലത്തിൽ നമ്മൾ കർമാചരണങ്ങൾക്കൊക്കെ ദേശകാലങ്ങളെയൊക്കെ നോക്കാറുണ്ട്. ഇന്ന ദേശത്ത്, ഇന്ന കാലത്ത് എന്നൊക്കെ. ഈ സമയത്ത് ചെയ്യണ്ട, ഈ സമയത്ത് ചെയ്തോളൂ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇത്തരം ദേശകാല പരിമിതികളെ അതിക്രമിച്ചവനാണ് അതിഥി. എല്ലായ്പ്പോഴും നല്ല സമയം, ചീത്ത സമയമില്ല. പ്രത്യേക തിഥിയൊന്നുമില്ല, എല്ലാ തിഥിയും ഒരുപോലെ. അതിഥി അവൻ ദേശകാലങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സാധാരണ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, തിഥിയിലല്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമല്ലാതെ വീട്ടിൽ വരുന്ന ആഗന്തുകന്മാർ അതിഥികളാണ്. അതുപോലെ തിഥിയോളം തങ്ങാത്തവർ, വന്ന് തിരിച്ചു പോകുന്നവർ അതിഥികളാണ്.
ഈ അതിഥി ഈശ്വരൻ തന്നെ. ദുരോണസത്, ദുരോണം കലശം, കലശങ്ങളിൽ നിവസിക്കുന്നവൻ. യജ്ഞ വിഷയത്തിൽ പ്രത്യേകമായി കലശങ്ങളിൽ നമ്മൾ ഏതൊരു ദേവതാ സാന്നിധ്യത്തെ മന്ത്രപൂർവം കാണുന്നുവോ, യജ്ഞവിഷയത്തിൽ കലശങ്ങളിൽ പ്രത്യേക മന്ത്രപൂർവം ഏതൊരു ദേവതാ സാന്നിധ്യത്തെ കാണുന്നുവോ ആ കാണപ്പെടുന്ന ദേവതയെ ചൂണ്ടിപ്പറയാണ് ഇതും പരമാത്മാവ് തന്നെ. ദുരോണസത്. നൃഷത്, നൃഷത് മനുഷ്യന്മാരിൽ നിവസിക്കുന്നവൻ. നൃശബ്ദത്തിന് മനുഷ്യനെന്നർത്ഥം. മനുഷ്യന്മാരിൽ നിവസിക്കുന്നവൻ. എല്ലാ മനുഷ്യന്മാരിലും ഞാൻ 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 എന്ന വ്യവഹാരത്തിന് കാരണമായി ആരാണ് നിവസിക്കുന്നത്? ചിലപ്പോൾ പറയും പോയിട്ടോ ആള് പോയി, ദേഹം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ആര് പോയപ്പോഴത് പറഞ്ഞേ? ആര് പോയപ്പോൾ ഈ ഈ ഇതിനെക്കൊണ്ട് നമ്മൾ ശവമെന്ന് പറയുന്നു? അതാണ്, ആരാണ് അത് തന്നെ, അതാണ് നൃഷദ്. നൃഷദ് മനുഷ്യനിൽ നിവസിക്കുന്നവൻ. വരസദ് ശ്രേഷ്ഠങ്ങളായവയിൽ അഥവാ ശ്രേഷ്ഠന്മാരിൽ നിവസിക്കുന്നവൻ. ശ്രേഷ്ഠങ്ങളായ സ്ഥാനങ്ങൾ, ശ്രേഷ്ഠന്മാരായി മാനിക്കപ്പെടുന്ന ഒരു ദേവതകളൊക്കെ അങ്ങനെയുള്ളവരിലൊക്കെ നിവസിക്കുന്നത് ആരാന്ന് ചിന്തിച്ചോളൂ. അവൻ വരസദ്. ഋതസത്, ഋതം സത്യം, പാരമാർത്ഥികമായ സത്യത്തെയാണ് ഋതം എന്ന് പറയുന്നത്. ഋതസത് ഋതമായതിൽ നിവസിക്കുന്നവൻ, പരമമായ സത്യത്തിൽ സ്വരൂപതയാർന്ന് നിവസിക്കുന്നവനാരോ അവൻ ഋതസത്. വ്യോമസത് ആകാശത്തിൽ നിവസിക്കുന്നവൻ. അന്തരീക്ഷത്തിൽ നിവസിക്കുന്നവൻ നേരത്തെ പറഞ്ഞു, ഇപ്പം പറയാണ് ആകാശത്തിൽ നിവസിക്കുന്നവൻ. വ്യോമസത് വ്യോമത്തിൽ നിവസിക്കുന്നവൻ. ആരാ ആകാശത്തിൽ? അവൻ തന്നെ. ആരാണോ അന്തരീക്ഷത്തിൽ? അവൻ തന്നെ. ആരാണോ ഭൂമിയിൽ? അവൻ തന്നെ. ആരാണോ സർവ്വചരാചരങ്ങളുടെ ഉള്ളിൽ? അവൻ തന്നെ. ആരാണോ കലശങ്ങളിൽ? അവൻ തന്നെ. ആരാണോ ഗൃഹങ്ങളിൽ? അവൻ തന്നെ. എന്തൊരു വീക്ഷണമാണ്! സർവം ഖലു ഇദം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. ശ്രദ്ധിക്കുക. അബ്ജ, അബ്ജ വെള്ളത്തിൽ നിന്ന് ജനിക്കുന്നത്. വെള്ളത്തിൽ ജനിക്കുന്നത് എന്തൊക്കെയാ? എന്തൊക്കെയാ വെള്ളത്തിൽ നിന്ന് ജനിക്കുന്നത്? മത്സ്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ആയിക്കോട്ടെ, താമര, അങ്ങനെയുള്ള എല്ലാം. ഇന്നതൊന്നൊന്നുമില്ല, എല്ലാം അബ്ജ. ഗോജ ഭൂമിയിൽ നിന്ന് ജനിക്കുന്നത്. ഗോശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. ഭൂമിയിൽ നിന്ന് ജനിക്കുന്നത് എന്താ? എല്ലാം വൃക്ഷങ്ങൾ, നമ്മൾ ഈ കാണുന്നൊക്കെ തന്നെ ഗോജ. ഋതജ ഋതം സത്യം, കർമ്മഫലം, അതിൽ നിന്നുണ്ടാവുന്നത്. എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് അറ്റം കിട്ടില്ല, അത്രയ്ക്കധികം വ്യാഖ്യാനിച്ചു പോവാം. ഋതജ. അദ്രിജ പർവ്വതത്തിൽ നിന്ന് ജനിക്കുന്നത്. പുഴകൾ, അങ്ങനെ പലതും ആവാം. അദ്രിജ പർവ്വതത്തിൽ നിന്ന് ജനിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇതുണ്ടല്ലോ ഋതം പാരമാർത്ഥികമായ സത്യം. ഇവിടെയൊക്കെ ആദ്യം പറഞ്ഞ ശുചിഷത് മുതൽ വ്യോമസദ് വരെ എല്ലാം, ഏറെക്കുറെയെല്ലാം, അതിൽ ചില ശബ്ദങ്ങൾ മാത്രം ഒഴിവുണ്ട്. ഹോത എന്നുള്ള ശബ്ദം ഒഴിച്ച് ബാക്കിയെല്ലാം നിവസിക്കുന്നത് എന്ന അർത്ഥത്തിലായിരുന്നു.
പിന്നീട് അബ്ജ, ഗോജ, ഋതജ, അദ്രിജ എന്നുള്ളത് അതിൽ നിന്ന് ജനിച്ചതെന്നർത്ഥത്തിലാണ്. ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ് ഇതൊക്കെ ഋതം, പാരമാർത്ഥിക സത്യമാണ്. ബൃഹത്ത്, ബൃഹത്താണ്, അപരിമിത സ്വരൂപമാണ്, ഒരല്പവും പരിമിതി കൽപ്പിക്കാവതല്ല. അപ്പം ഇവിടെ പരസ്പരം ചേർത്ത് വെച്ചിട്ടില്ലാത്ത കുറേ പേരുകളായി ഇതൊക്കെ. പക്ഷെ ആ പേരുകളെ നല്ലപോലെ വിചാരം ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അർത്ഥം നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് മനസ്സിലാക്കുക ഏതത് വൈതത്, ഇതാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വ്യക്തമാണല്ലോ മന്ത്രം? നോക്കൂ, ഒന്നുകൂടി പറയാം. ഹംസശുചിഷത് പശുരന്തരീക്ഷസദ് ഹോത വേദിഷത് അതിഥിർദുരോണസദ് നൃഷദ് വരസദ് ഋതസദ് വ്യോമസദ് അബ്ജ ഗോജ ഋതജ അദ്രിജ ഋതം ബൃഹത്. നല്ലപോലെ മനനം ചെയ്യുക. ഇഷ്ടം പോലെ മനനം ചെയ്യാൻ ഈ ഒരു മന്ത്രം തന്നെ ധാരാളം.